ഗാമിദി കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു വിഷയത്തിൽ മോഷണം നടത്തിയെന്ന് തെളിയുകയും ആ പെണ്ണിന്റെ കൈമുറിക്കാൻ ഹബീബായ നബി തങ്ങൾ വിധി പറയുകയും ചെയ്തപ്പോ മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മകൻ ഉസാമ ഹിബ്ബു റസൂലില്ലാഹ് ഇബ്നു ഹിബ്ബി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ വളരെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ പ്രിയപ്പെട്ട ഒരു മകൻ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമ തങ്ങളാ പറഞ്ഞത്, നബിയേ, നല്ല തറവാട്ടുകാരാ നബിയേ, നല്ല തറവാടുള്ളവരാണ് നബിയേ. ആ പെണ്ണിന്റെ കൈമുറിക്കപ്പെട്ടാൽ നാട്ടിൽ അവർക്ക് മാനക്കേടാകും. അതുകൊണ്ട് പിന്നാലെ നബിയേ, ആ പെണ്ണിന്റെ കൈമുറിക്കാതെ അങ്ങേക്കൊന്ന് മാപ്പ് ചെയ്തുകൂടെ നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ നമ്മൾ അറിയണം, ഏത് തെറ്റും ആ ചെയ്ത ആളും അല്ലാഹും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങാൻ കഴിയുന്നതാണ്. പക്ഷേ ചില തെറ്റുകള്, ശിക്ഷ വിധിച്ച തെറ്റുകള്, അത് കോടതിയുടെ മുമ്പിലേക്ക് വന്നാൽ അവിടെ ശിക്ഷ നടപ്പാക്കും. മോഷണം ചെയ്തത് അയാളത് തിരിച്ചു കൊടുത്തു, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, പൊറുക്കപ്പെടും, കൈമുറിക്കേണ്ട ആവശ്യമില്ല. വ്യഭിചരിച്ചു, തോന്നിവാസങ്ങൾ ചെയ്തു, അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു പുറത്തു തന്നേക്കും. പക്ഷേ വ്യഭിചാര കുറ്റം തെളിവ് സഹിതം ഒരു കോടതിയുടെ മുമ്പിലേക്ക് എത്തിയാൽ അവിടെ കോടതി നിയമം നടപ്പാക്കും. അതാണ് എറിഞ്ഞുകൊല്ലലും 100 അടിയടിക്കലൊക്കെ. അത് കോടതിക്ക് മുമ്പിലേക്ക് വരാതെ ഒരാൾക്ക് മറച്ചു വെക്കാം, അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കോടതിയുടെ മുമ്പിലെത്തിയാൽ ഇതാണ് ശിക്ഷ എന്നല്ലാതെ വ്യഭിചരിച്ചവരെല്ലാം എറിഞ്ഞു കൊല്ലപ്പെടുന്ന ഒരവസ്ഥ ലോകത്തില്ല. അത് കോടതിക്ക് മുമ്പിൽ വന്ന് ഇസ്ലാമിക കോർട്ടിന്റെ ഖാദിയായ ജഡ്ജായ ആള് വിധി പറയുന്നത് അവർക്ക് മുമ്പിൽ ഒന്നുകിൽ ചെയ്ത ആള് വന്ന് സമ്മതിക്കുകയോ 4 സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ ചെയ്യുമ്പോ. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് അവരും അള്ളാഹു തമ്മിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ മതി. പക്ഷേ കോടതിയുടെ മുമ്പിലെത്തിയാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇത് എന്റെ മുമ്പിലെത്തിയാൽ അവിടെ നിയമം നടപ്പാക്കും. എന്തുകൊണ്ട് എന്റെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്നു? ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അതല്ല സംഭവിച്ചത്. നബി തങ്ങളോട് ചോദിക്കുന്നു, ഉസാമ തങ്ങൾ നബിയേ, ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഈ പെണ്ണിനെ അങ്ങ് മാപ്പ് ചെയ്തു കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസാമ അതശ്ഫഉനി ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹു നടപ്പാക്കണം എന്ന് പറഞ്ഞ ഒരു ശിക്ഷ, ആ ശിക്ഷ നടപ്പാക്കരുത് എന്ന് എന്നോട് പറയാനാണോ ഉസാമ നിങ്ങൾ വന്നത്? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളെല്ലാം നശിച്ചു പോവാൻ കാരണം അവിടുത്തെ വിഐപികൾ തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടും, അവിടുത്തെ പാവപ്പെട്ട ആൾ തെറ്റ് ചെയ്താൽ അവരെ പിടിച്ച് ശിക്ഷിക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ ഉമ്മത്തിൽ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിഐപികളൊക്കെ വെറുതെ വിട, അവര് ജയിലിൽ കടന്നാൽ 5 ദിവസം കൊണ്ട് പുറത്തിറങ്ങും. പാവപ്പെട്ടവൻ 7 കൊല്ലം 10 കൊല്ലം 12 കൊല്ലം ജീവപര്യന്തം. പാവപ്പെട്ടവനൊരു നിയമവും മുതലാളിക്ക് വേറെ നിയമവും. ഉസാമ, അങ്ങനെയാണ് സംസ്കാരങ്ങൾ തകർന്നു പോയത്, അങ്ങനെയാണ് ലോകത്തെ ശത്രുതകൾ ഉണ്ടായത്, അങ്ങനെയാണ് സമുദായങ്ങൾ ചിന്നിച്ചിതറിയത്. എന്റെ ഉമ്മത്തിൽ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഉസാമ. വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി, സാക്ഷാൽ എന്റെ മകൾ, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ഞാൻ പറഞ്ഞ ഫാത്തിമതു ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫമൻ അഗ്ളബഹാ അഗ്ളബനി, അവരെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ എന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നവൻ എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് ഹബീബ് പറയുമായിരുന്ന വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത്, എന്റെ ആ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ ലഖതഅതു യദഹാ, ഫാത്തിമയുടെ കൈയും ഞാൻ മുറിക്കും ഉസാമ. അള്ളാന്റെ നിയമം നടപ്പാക്കുന്നിടത്ത് മുഖം നോക്കാൻ കഴിയില്ല. ഞാൻ നീതി നടപ്പാക്കാൻ വന്ന അള്ളാഹുവിന്റെ റസൂലാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ഉമ്മത്ത് ഏത് പരീക്ഷണങ്ങളിലും നീതിയുടെ പക്ഷം നിൽക്കേണ്ടവരാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്നും അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യണമെന്നും വഈതാഇ ദിൽ
ഖുർബാ, നിങ്ങളുടെ കുടുംബക്കാരെ സാമ്പത്തികമായി സഹായിക്കണമെന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. നീതി ചെയ്യണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നിങ്ങൾ തോന്നിവാസം ചെയ്യരുതെന്നും വ്യഭിചരിക്കരുതെന്നും അല്ലാഹു ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് പോകരുതെന്നും വൽ ബഗി, ആരെയും അതിക്രമിക്കരുത് എന്നും അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ നന്മ. ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് ബോധമുണ്ടാവാൻ. നമ്മൾ ജുമുഅക്ക് കേൾക്കുന്നില്ലേ ഈ ആയത്ത്, അല്ലേ? ഖുത്ബ അവസാനിക്കുമ്പോൾ 3 കാര്യം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ. 3 വിഷയം അല്ലാഹു നിരോധിച്ചു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അവിടെ വഖഫ് ചെയ്യേണ്ടത്. എന്നിട്ട് യഅലുക്കും വൽ ബഗി യഅലുക്കും എന്ന് പറയാറുണ്ട്, അല്ലേ? വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അവിടെ വേണമെങ്കിൽ നിർത്താം. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. കാരുണ്യവാനായ ഹബീബായ റസൂലുള്ളാഹ് അർറഹീമായ നബി തങ്ങൾ അർറഹ്മത്തുൽ മുഹ്ദാ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പോലും നീതിയാണ്. ഒരു മനുഷ്യനോടും വിവേചനമില്ല. മനുഷ്യർക്ക് നീതി ഒരുപോലെ, ജീവന് വില ഒരുപോലെയാണ്. അതുകൊണ്ട് ഒരു അന്യായത്തിനും കൂട്ടുനിൽക്കാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നിന്റെ സുപ്രീം കോടതി ജഡ്ജായി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് ആ ഒരു പദവി ഏറ്റെടുക്കാത്തതിന്റെ പേരിൽ ബഗ്ദാദിന്റെ തെരുവുകളിൽ മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി കുരിശിൽ തറക്കപ്പെട്ട് തൂങ്ങിക്കിടന്ന് വഫാത്തായ മനുഷ്യനാണ്. ആ മഹാൻ ഇങ്ങനെ കിടക്കുമ്പോ ഒരുപാട് മുതഅല്ലിമീങ്ങളോടെ കാണാൻ വന്നു. മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കുക. മഹാനായ താബിഈയായ മഹാനെ നോക്കുമ്പോ മുതഅല്ലിമീങ്ങളോട് ആ മഹാൻ പറഞ്ഞു, മുതഅല്ലിമീങ്ങളെ, അന്നത്തെ വലിയ മുതഅല്ലിമീങ്ങള് ഭാര്യകായി പോകുന്ന ആൾക്കാർ തന്നെയാണ്. അവരോടാ പറയണത്, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ ഒരു തിന്മയെ എതിർക്കുകയോ ഒരു തിന്മക്കെതിരെ സംസാരിക്കുകയോ ചെയ്യാതെ എന്നെവിടെ കെട്ടിക്കൂട്ടി നിൽക്കുന്നതും നിങ്ങൾ കണ്ടു നോക്കി നിൽക്കുകയാണോ? അത്ഭുതം കാണുന്ന പോലെ. അല്ലാഹു നിങ്ങളുടെ തലയിലേക്ക് അദാബ് ഇടുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. പോയി കിതാബ് ഓതി പഠിച്ചോളൂ മക്കളെ, എന്നെ കാണാൻ എന്തിനാ മുഖം നോക്കി നിൽക്കുന്നത് എന്ന് ആ സമയത്ത് പോലും സജ്ജനങ്ങൾക്ക് വേണ്ടി സന്മാർഗത്തിന്റെ സാരോപദേശം കൊടുക്കാൻ മറന്നുപോകാതെ നന്മയിൽ ഉറച്ചു നിന്ന ഏത് പരീക്ഷണത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലും ഈമാൻ മുറുകെ പിടിച്ച് ന്യായത്തിന് വേണ്ടി ജീവിക്കുകയും അന്യായത്തെ എതിർക്കുകയും അന്യായമായി തരുന്ന ഒരു സ്ഥാനവും എനിക്ക് വേണ്ടെന്ന് പറയുകയും ചെയ്ത് ഈ ഉമ്മത്തിന് മഹിതമായ മാതൃക കാണിച്ച മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അക്രമത്താൽ മരണപ്പെട്ടു പോയ താബിഈയാണ്. ഉമ്മത്തിന്റെ പാരമ്പര്യം ഇങ്ങനെയാണ്. ഇത് സുശക്തമായ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് നന്മയാണ് നമ്മുടെ ശക്തി, ഇബാദത്താണ് നമ്മുടെ കരുത്ത്, നീതിയാണ് നമ്മുടെ പാഥേയം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ഉമ്മത്തിനെ തുരത്തിയോടിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. നമ്മൾ നമ്മളായിട്ട് നിന്നാൽ. വഅൻതുമുൽ അലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിൽ ശരിക്കും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ട്, ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഉത്ബോധനം നൽകുകയാണ്. ഖത്ലേ ഹുസൈൻ ദർ അസ്ൽ മർഗെ യസീദ് ഹൈ. ഖത്ലേ ഹുസൈൻ ദർ അസ്ൽ മർഗെ യസീദ് ഹൈ. इस्लाम जिंदा होता है हर करबला के बाद. മഹാനായ അഹ്മദുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് മറ്റൊരു ചരിത്രമാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭനായ ശിഷ്യൻ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ
അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി, വളരെ ശ്രേഷ്ഠനായൊരു മഹാനുഭാവൻ. വിശുദ്ധമായ ഖുർആനിനെ കുറിച്ചൊരു ചർച്ച നടന്നുകൊണ്ടിരുന്നു അന്ന്. അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയാണോ അതല്ല സ്രഷ്ടാവിന്റെ സൃഷ്ടിയല്ലാത്ത കലാമാണോ? നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പ്രയാസമുള്ളൊരു വിഷയമാണ്. അത് പെട്ടെന്ന് അങ്ങ് എന്തായി പറയണത് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മുടെ സംസാരം പോലെ അല്ലല്ലോ അള്ളാഹുവിന്റെ സംസാരം. നമ്മുടെ ശരീരം പോലെയല്ല അള്ളാഹുവിന്റെ ദാത്ത്. അത് എന്നെന്നുമുള്ളതാണ്, അസലിൽ നിന്ന് അബദിലേക്ക്. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഇനി ഒരു ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടാവും. അത് നമ്മളറിയില്ല എന്ന് മാത്രം. നമ്മളെ കാലശേഷം പറയുന്ന ദിവസം മരിച്ചു. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഇപ്പൊ DOB നമ്മൾ അറിയണുള്ളൂ. ഇനി ഒരു DOD ഉണ്ട്, ഡേറ്റ് ഓഫ് ഡെത്ത്. അത് നമ്മളെ കൊണ്ടുപോയി കിടത്തിയ പിന്നെ മുതൽ അതാ. സുബ്ഹാനല്ലാഹ്. അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി. ശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ? നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. നമ്മുടെ സംസാരവും സൃഷ്ടിയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതൊക്കെ സൃഷ്ടിയാണ്. അള്ളാഹു പഠിച്ചതല്ലേ, അള്ളാഹു പഠിച്ചതാണ്. പക്ഷെ അള്ളാഹിന്റെ കലാം ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസാഫിന്റെ ചട്ടയെ കുറിച്ചോ പേപ്പറിനെ കുറിച്ചോ അല്ല ഈ പറയുന്നത്, എഴുതുന്ന മഷിയെ കുറിച്ചോ അല്ല. നമ്മൾ ഓതുന്ന അള്ളാഹുവിന്റെ കലാം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, ഈ കലാം സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ കലാം. അള്ളാഹ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. അള്ളാഹിന്റെ വിശേഷണമാണ് സംസാരം. അള്ളാഹിന്റെ കലാം അതും സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇതാണ് നമ്മുടെ അഹ്ലുസ് സുന്നയുടെ അഖീദ, നമ്മുടെ വിശ്വാസം. അതാണ് അതിന്റെ ശരിയായ രീതി. പക്ഷേ അന്നത്തെ മുഅ്തസിലി വിഭാഗം എന്ന് പറഞ്ഞാൽ അന്നത്തെ പുത്തനാശയക്കാർ, അവരൊരു വാദം കൊണ്ടുവന്നു ഖുർആൻ സൃഷ്ടിയാണ് പറഞ്ഞു. പറയേണ്ടത് പറയാലോ, ഖുർആൻ സൃഷ്ടിയാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ വിട്ടുകൊടുത്തില്ല. അല്ല എന്ന് പറഞ്ഞു, ആണ് എന്ന് പറഞ്ഞു, അല്ലെന്ന് പറഞ്ഞു അഹ്മദ് ബിൻ ഹംബൽ. എന്തിനാണെന്നറിയോ? ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വന്നാൽ സൃഷ്ടിക്കപ്പെടുന്നതിൽ മാറ്റം വരാം. അപ്പൊ ഖുർആനിൽ മാറ്റം വരുത്തണം എന്ന് പറയാനാ അവരാ വാദം കൊണ്ടുവരുന്നത്. അതിന്റെ പൊരുളതാണ്. ഖുർആനിൽ ഒരു അക്ഷരം, ഒരു ഹർഫ് ഖുർആനിൽ ഏറിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഖുർആനെ സംബന്ധിച്ചൊരു പ്രഭാഷണം നടത്തിയിരുന്നു. നിങ്ങൾ ലൈവൊക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മദ്രാസിലായിരുന്നു, ചെന്നൈയിൽ. ഖുർആനിന്റെ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിലൊരു വിഷയം ചർച്ച ചെയ്തു വന്ന അവസാനത്തെ കൺക്ലൂഷൻ അതായിരുന്നു. ഒരക്ഷരം ഖുർആനിൽ ഏറിയിട്ടുണ്ടെങ്കിൽ ഖുർആനിലെ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ ഇല്ലാതെയാണ്. ഒരായത്തോ ഒരു കലിമത്തോ ഏറിയിട്ടുണ്ടെങ്കിൽ അത്രയും അത്ഭുതകരമായി അള്ളാഹുവിന്റെ ഖുർആനിലെ അക്കങ്ങളുടെ അത്ഭുതങ്ങളായിരുന്നു അവിടുത്തെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം. ഒരക്ഷരം, ഒരു ഹർഫ്, എന്തുകൊണ്ട്? അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവാത്ത അള്ളാഹുവിന്റെ അസലിയായ കലാമാണ്. അങ്ങനെയാ പറയേണ്ടത്, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അന്നത്തെ മഅ്മൂൻ, ഖലീഫ മഅ്മൂൻ മുഅ്തസിലിയാണ്. അമീൻ മഅ്മൂൻ എന്നൊക്കെ കേട്ടിട്ടില്ല? ഉസ്താദിന്റെ ചെരുപ്പെടുത്തൊക്കെ വേണ്ടിയിട്ട് മത്സരിച്ചു എന്നൊക്കെ മദ്രസിന്റെ കിതാബിലൊക്കെ ഉള്ള ആ അമീൻ മഅ്മൂൻ മുഅ്തസിലി ആശയക്കാരനാണ്. അന്നത്തെ പുത്തനാശയക്കാരനാണ്. അഹ്ലുസ് സുന്നയുടെ ആശയത്തിലല്ല. അയാളുടെയും അയാൾക്ക് ശേഷം വന്ന അൽ വാസിഖു ബില്ലാഹ്, അന്നത്തെ ഭരണാധികാരിന്റെ പേരാണ്. ഇവരൊക്കെ അന്നത്തെ ആലിമീങ്ങളെ നന്നായി ശിക്ഷിച്ചിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരൊക്കെ 40 കൊല്ലം ജയിലിലാണ് കിടന്നത്. 40. എന്തിനെന്നറിയോ? ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വാദിച്ചതിന്റെ പേര്. ഒരാളെ കൊന്നിട്ടൊന്നുമല്ല ഈ പോകുന്നത്. 40 കൊല്ലം ജയിലിൽ കിടന്നത് ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വാദിച്ചതിന്റെ പേര്. എന്തായിരിക്കും ആ ഈമാനൊക്കെ? നമ്മളില്ല സാറേ എന്ന് പറഞ്ഞ് പോരൂലേ? അടി കിട്ടാൻ നിൽക്കുമ്പോൾ തന്നെ സമ്മതിച്ചു കൊടുത്ത് പോരാണ്. അടിയിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരാലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ വല്ലാതെ പരീക്ഷണങ്ങൾക്ക് വിധേയമായവർ. അവരുടെ ശിഷ്യനാണ് മഹാനായ അഹ്മദുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി. അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി വാസിഖ് ബില്ലാഹ് എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഞങ്ങളുടെ ആശയത്തിലേക്ക് വരണം പറഞ്ഞു വിട്ടുകൊടുക്കൂല. അടിച്ചു, വിട്ടുകൊടുത്തില്ല. പിടിച്ച് ജയിലിലിട്ടു, എന്നിട്ടും വിട്ടുകൊടുത്തില്ല. അങ്ങനെ വാസിഖ് ബില്ല ചോദിച്ചു, അല്ല അഹ്മദ് ബിൻ നസ്റേ,
അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? ആയത്തും ഹദീസും നിരച്ചു വെച്ച് എനിക്ക് പറഞ്ഞുതാ. അന്നത്തെ പുത്തനാശയക്കാർ ഇന്നത്തെ പുത്തനാശയക്കാരുടെയും രീതി അതാ. അവർക്ക് മനസ്സിലാകാത്ത വിഷയം ഹദീസിലോ ഖുർആനിലോ കണ്ടില്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് പിന്നെ ദീനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തരം വിവരമില്ലായ്മ എന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ദീനിന്റെ പ്രമാണങ്ങൾ അത് രണ്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് ദീനിന്റെ ഉസൂലുകൾ പഠിച്ചവർക്കറിയാം. സ്വഹാബികളുടെയോ താബിഈങ്ങളുടെയോ വീക്ഷണങ്ങൾ, ആലിമീങ്ങളുടെ വീക്ഷണങ്ങൾ, റഈ സ്വഹാബ, ഇസ്തിഹ്സാനും മസാലിഹുൽ മുർസലയും റഈ സ്വഹാബയും ഉർഫും ഇതൊക്കെ ദീനിന്റെ പ്രമാണങ്ങളാണ്. ഇജ്മാഅ ഖിയാസുകൾ ഒന്നല്ല പറയാ. ഖുർആൻ ഹദീസിനെ പുറത്തുള്ളത് നിങ്ങളൊന്നും അംഗീകരിക്കൂല. ദീനിന്റെ പ്രമാണങ്ങൾ അറിയാത്തത് കൊണ്ടുള്ള ഒരു ചെറിയ നിരപരാധിത്വം കൊണ്ടും ഹൃദയ തെളിമ കൊണ്ടും അധികമൊന്നും പഠിച്ചില്ലാത്തതിന്റെ പേരിൽ വന്നുപോകുന്ന അബദ്ധങ്ങളാണ്. ഇരിക്കട്ടെ, തെളിവ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആയത്തും ഹദീസും പറഞ്ഞു കൊടുത്തു. അഹ്മദ് ഇബ്നു നസ്ർ അൽ ഖുസാഇ തങ്ങൾ വാസിഖ് ബില്ലാഹ് എന്ന് പറയുന്ന ഭരണാധികാരി വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വാദിച്ചപ്പോൾ സൃഷ്ടിയല്ല എന്ന് മറുവാദിച്ചുകൊണ്ട് മഹാനവറുകൾ തെളിവ് നിരത്തിയ കൂട്ടത്തിൽ പറഞ്ഞു, ഇന്ന ഖുലൂബൽ ഇബാദി ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ യഖ്ലിബുഹാ കൈഫ യശാ. ഒരു ഹദീസ്, ഇന്ന ഖുലൂബൽ ഇബാദി ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം കാരുണ്യവാനായ അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. യഖ്ലിബുഹാ കൈഫ യശാ, അത് എങ്ങനെയും തിരിച്ചും മറിച്ചുമാക്കാൻ അല്ലാഹുവിന് കഴിയും എന്ന്. അള്ളാഹ്ക്ക് വിരലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ആ വിരല് അള്ളാഹുവിന്റെ കയ്യ്, യദുല്ലാഹി ഫൗഖ ഐദീഹിം, അതിനൊക്കെ വ്യാഖ്യാനിക്കണം എന്നാണ് അഹ്ലുസുന്നയുടെ സമീപനം. നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ പറഞ്ഞു, ഞങ്ങളുടെ വാദമാണല്ലോ നിങ്ങളും അംഗീകരിച്ചത്, അള്ളാഹ്ക്ക് കൈയുണ്ട് എന്നാണോ നിങ്ങൾ ഈ ഹദീസ് സ്ഥിരപ്പെടുത്തുന്നുവോ എന്ന് ചോദിച്ചു. സ്വഹീഹാണ്, ഈ ഹദീസിലെ ആശയം ശരിയാണോ എന്ന് ചോദിച്ചു. അഹ്മദ് ഇബ്നു നസ്ർ അൽ ഖുസാഇ തങ്ങൾ പറഞ്ഞു, ശരിയാണ്. എന്നാൽ അള്ളാഹ്ക്ക് വിരലുണ്ട് എന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത് എന്ന് ചോദിച്ചു. അള്ളാഹുവിന് വിരലുണ്ട് എന്നത് നബി തങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെയാ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്നു. ഹാദാ തശ്ബീഹുൻ വഹാദാ തജ്സീം, മുഷബ്ബിഹത്തിന്റെ വാദം, മുജസ്സിമയുടെ വാദം എന്നൊക്കെ പറയുന്നത് ഇൽമുൽ കലാമിന്റെ ചർച്ചയിൽ വരുന്ന വിഷയമാണത്. അള്ളാഹു ഒരു മനുഷ്യനെ പോലെയാണെന്നോ അള്ളാഹുവിന്റെ മനുഷ്യരുടേതോ ജീവികളുടേതോ അവന്റെ സൃഷ്ടികളുടേതോ ആയ ഏതെങ്കിലും ഒരു രീതി അള്ളാഹുവിനുണ്ട് എന്ന് പറയാൻ പാടില്ല. അതാ നമ്മുടെ തൗഹീദ്. അള്ളാഹ്ക്ക് കയ്യും കാലുണ്ടെന്ന് പറയരുത്. അള്ളാഹു ഇന്ന സ്ഥലത്താണ് പറയാൻ പാടില്ല. ഇന്ന സമയവും സ്ഥലവും അള്ളാഹുവിന്റെ ബാധകമല്ല. അല്ലാഹ് ട്രാൻസെൻഡ്സ് ദ ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻസ്. അള്ളാഹുവിനെ ഒരു സമയത്തേക്കോ ഒരു സ്പേസിലേക്ക് ലിമിറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാഹ് ഈസ് ട്രാൻസെൻഡന്റ്, അല്ലാഹു മുനസ്സഹാൻ. അങ്ങനെ വിശ്വസിക്കേണ്ടത്. നമ്മുടെ അഖീദ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മാറുകയാണ്. അയാൾ പറഞ്ഞു, വാസിഖ് ബില്ലാഹ് പറഞ്ഞു, ഇത് തജ്സീമാണ്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയലാണല്ലോ പച്ചയായിട്ട്, അങ്ങനെ ഹദീസിൽ വന്നില്ലേ, എന്നിട്ട് എന്താ നിങ്ങൾ ഇത് നിഷേധിക്കുന്നത്? ഇന്നത്തെയും കുഴപ്പം തന്നെയാണ്. ഹദീസിൽ വന്നല്ലോ, പിന്നെന്താ? പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹിനെ കുറിച്ച് നബി തങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും അലാ 11 റക്അ, 11 റക്അത്തിനേക്കാൾ കൂടുതൽ ചെയ്തിരുന്നില്ല എന്ന് ആയിഷ ബീവിന്റെ ഹദീസ് ഉണ്ടായിരിക്കെ നിങ്ങൾ എന്താ സുന്നികളൊക്കെ 20 എന്ന് പറയുന്നത്? അല്ലേ പറയലേ? ഹദീസ് അങ്ങനെയല്ലേ? പിന്നെ അത് ശരിയല്ലേ? ഹദീസ് സ്വഹീഹാണ്. പക്ഷെ തറാവീഹ് 20 എന്നതിന്റെ തെളിവ് ഇജ്മാഅാണ്, ഈ ഹദീസല്ല. ഇജ്മാഉൽ മുസ്ലിമീൻ, ഹദീസും ഖുർആനും കഴിഞ്ഞ് ഇജ്മാഉം ഖിയാസുണ്ട്, ദീനിന്റെ പ്രമാണമാണ്. ഇജ്മാഅ് കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു വിഷയം ഒരു ഹദീസ് വെച്ചിട്ടാണ് നമ്മുടെ പുത്തനാശയക്കാർ ചർച്ച ചെയ്യുക. അത് ഹദീസ് കൊണ്ടല്ല, ഹദീസല്ല. 20 റക്അത്താണ് തറാവീഹ് എന്നതിന്റെ പ്രമാണങ്ങൾ. നമ്മൾ ഹദീസുകൾ ഒരു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് വെച്ചിട്ട് അങ്ങോട്ട് ചർച്ച നടത്തുകയാണ്. ആ ഹദീസല്ല അതിന്റെ തെളിവ്. ആ ഹദീസിനപ്പുറം ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ ഏകകണ്ഠമായി ഏകോപിച്ച വിഷയമാണ്. The general consensus of the ulama, ഈ ഉമ്മത്തിന്റെ പൊതുവായ അംഗീകാരമുള്ള ഇജ്മാഉള്ള വിഷയമാണ്. അതാണ് തറാവീഹ് 20ന്റെ തെളിവ്. ഹദീസുകൾ നമുക്ക് ഓതാം,
തിരിച്ചിങ്ങോട്ടും ഹദീസ് പറയാം. പക്ഷെ ദീനിന്റെ പ്രമാണങ്ങൾ ഹദീസ് മാത്രമല്ല എന്ന് നമ്മുടെ പുത്തനാശയക്കാർ മനസ്സിലാക്കുന്നില്ലല്ലോ. വലിയ അത്ഭുതമാണ്. ഉസൂലുകൾ, ജമ്മുൽ ജവാമിയോ ഏതെങ്കിലും ഒരു ചെറുതോ വലുതോ ആയ കിതാബുകൾ അവരൊന്ന് എടുത്തു നോക്കിയാൽ തീരാവുന്ന വിഷയമുള്ളൂ. നമ്മുടെ ഈ സംവാദങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. അല്ലാഹു അവർക്കും നമുക്കും അല്ലാഹു ഇൽമു തരട്ടെ, ഇൽമിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ. ഈ ചോദ്യമാണ് ഇയാൾ ചോദിക്കുന്നത്. വാസിഖ് ബില്ലയുടെ ചോദ്യം അതാ. കണ്ടില്ലേ ഹദീസിൽ അള്ളാന്റെ വിരൽ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അള്ളാഹ്ക്ക് വിരലുണ്ട് എന്ന് വന്നില്ലേ? മഹാനായ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇക്ക് ദേഷ്യം വന്നു. ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മാ അൻത വൽ ഇൽം, നിങ്ങൾക്ക് ഇൽം എന്തറിയാം, ദീനിന്റെ ഇൽം എന്തറിയാം, what credibility do you have, എന്ത് ദീൻ പറയാനുള്ള എന്ത് അർഹതയാ നിങ്ങൾക്കുള്ളത്? ഹദീസ് വെച്ച് അർത്ഥം വെക്കേ, നിങ്ങൾ രാജാവോ? അദ്ദേഹം ചോദിച്ചു. എന്നിട്ടങ്ങട്ട് ദേഷ്യം അടക്കാൻ പറ്റിയില്ലേ, ഒരു വാക്കുകൂടെ അങ്ങോട്ട് പറഞ്ഞുപോയി. എന്താണെന്നറിയോ? കൈഫ തതകല്ലമു ഫീ മസായിലിൽ ഇൽമി വഅൻത ലാ തുത്ഖിനുഹാ, നിങ്ങൾക്കറിയാത്ത വിഷയം നിങ്ങൾ എങ്ങനെയാണ് ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇന്നമാ അൻത നുത്ഫത്തു സക്റാനിൻ, ഇന്നമാ അൻത നുത്ഫത്തു സക്റാനിൻ ഫീ റഹിമി ഖൈന, പാട്ടുപാടുന്ന ഒരു അടിമപ്പെണ്ണിന്റെ ഗർഭാശയത്തിൽ ഒരു കള്ളുകുടിയനായ മനുഷ്യന്റെ ബീജത്തിൽ നിന്നുണ്ടായ ആളല്ലേ നിങ്ങൾ? നിങ്ങളാണോ ഹദീസിനെ പറ്റി പറയുന്നത്? സുബ്ഹാനല്ലാഹ്. വാപ്പ കള്ളു കുടിച്ചിട്ട് ഒരു അടിമപ്പെണ്ണിന്റെ കൂടെ കടന്നിട്ടുണ്ടായ മോനാണ് ഈ വാസിഖ് ബിൽ. അത് മൂപ്പർക്ക് അറിയാം, നാട്ടുകാർക്ക് അറിയാം, പക്ഷെ ആരും ഇത് പറയൂല. ഇദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ ഹദീസ് അർത്ഥം വെച്ചിട്ട് ആലിമീങ്ങൾ പറഞ്ഞു തരുന്ന അർത്ഥം തെറ്റാണ് എന്ന് നീ പറയാ അല്ലേ? അത് പറയാൻ എന്ത് യോഗ്യത നിനക്കുണ്ട് വാസിഖേ? എന്ത് യോഗ്യതയുണ്ട്? നീ എന്ന് പറയുന്നത് കള്ളുകുടിയനായ ഒരു പിതാവിന്റെ ബീജം പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു അടിമപ്പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് കടന്നുണ്ടായ മോനല്ലേ നീ? വാസിഖ് കണ്ട് തലതാഴ്ത്തിപ്പോയി. തലതാഴ്ത്തിന്ന് മാത്രല്ല, പിന്നെ അയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? പിടിച്ചു കൊണ്ടുപോയി തുറങ്കലിൽ അടക്കണം അഹ്മദ് ഇബ്നു നസ്റിനെ എന്ന് ഉത്തരവ് ചെയ്യുന്നു. മഹാനായ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ തങ്ങൾ, നേരത്തെ പറഞ്ഞ മഹാന്തങ്ങളെ പോലെ കുരിശിലേറ്റപ്പെട്ട് ക്രൂശിക്കപ്പെട്ട മഹാനാണ് അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി വാദിച്ചതാണ്. നമ്മളെ കടം കള്ളിയും പരല്ല കുട്ടികൾക്ക് കെട്ടിട്ടിട്ടില്ല. നമ്മൾ ഇതിന്റെ സ്വല്ല നടക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ എത്ര വലുതാണ്, എന്തെല്ലാം വിഷയങ്ങൾ ദീനിന്റെ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദീനിന്റെ വിഷയത്തിൽ നമ്മൾ എത്രയാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. നമ്മളെ കുടുംബത്തിന്റെ കാര്യം മാത്രമല്ല പറയും. എൻ്റെ കുട്ടിക്ക് അസുഖം കൊണ്ട് ദ്വാരക്കണം കേട്ടോ, എനിക്ക് അസുഖം കൊണ്ട് ദ്വാരക്കണം കേട്ടോ, എൻ്റെ കുട്ടിക്ക് വിസ കിട്ടിയിട്ടില്ല ദ്വാരക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്, നമുക്ക് ദ്വാരക്കാം. പക്ഷെ ദീനിന്റെ വിഷയങ്ങളിൽ എന്തെല്ലാം ഉണ്ട്. നമ്മുടെ വീടാണ് കഴിഞ്ഞാൽ അതിനപ്പുറത്തൊന്നും ലോകമില്ലേ? ലോകത്ത് ആലിമീങ്ങൾ ചെയ്യുന്ന ത്യാഗം എത്രയാണ്, പണ്ഡിതന്മാർ ചെയ്യുന്ന ത്യാഗം എത്രയാണ്. ഈ ഉമ്മത്തിലേക്ക് നമ്മുടെ ദീനും നമ്മുടെ ഖുർആനും നമ്മുടെ നിസ്കാരവും നമ്മുടെ വാങ്കുവിളിയും നമ്മിലേക്ക് കൈമാറി വന്ന പൈതൃകത്തിന്റെ സുശക്തമായ ആ ഒരു മനോഹരമായ മഹാസ്തംഭങ്ങളായ ആലിമീങ്ങൾ, അവരൊക്കെ കടുത്ത കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് ഈ ദീൻ നമ്മുടെ കൈകളിലേക്ക് തന്നത്. നമ്മൾ തർക്കിച്ചിരിക്കുകയാണ്. പള്ളിക്ക് മുമ്പിൽ പള്ളി, മദ്രസക്ക് മുമ്പിൽ മദ്രസ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകൾ. സുബ്ഹാനല്ലാഹ്. കൈ കിട്ടിയിട്ട് വാപ്പമാരൊക്കെ സമ്പാദിച്ചിട്ട് പിശുക്കന്മാരായ വാപ്പമാര് മരിച്ചുപോയാലുണ്ട് മക്കള് വാപ്പയുടെ സമ്പത്തിനെ ചൊല്ലി തർക്കിക്കൽ. അതുപോലെയാ നമ്മുടെ കഥ. സുബ്ഹാനല്ലാഹ്. ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കൈകളിലേക്ക് മഖ്ദൂമി കുടുംബങ്ങളിലൂടെ ആലിമീങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ മഹത്തായ ദീൻ നമ്മൾ അത് വെച്ച് കളിക്കുകയാണ്. എവിടെ? നമ്മുടെ തലകളിൽ കത്തുന്ന നേരത്ത് നമ്മൾ മലകളിൽ കത്തുന്നതാ കാണുന്നത്. നമ്മുടെ സ്വന്തം കാലിനടിയിൽ നിന്ന് മണ്ണ് നീങ്ങിപ്പോകും നമ്മൾ ആരും കാണുന്നില്ല. നമ്മൾ നിലകൊള്ളുന്ന രാജ്യം എവിടെയാണ്? നമ്മുടെ ചുറ്റുപാടുകൾ എന്താ? ഈ ഉമ്മത്തിന്റെ ഭാവി എന്താ? ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ നമ്മുടേതായ ഒരു കൊച്ചു ലോകത്ത് കിടന്ന് കറങ്ങാൻ. മഹാനായ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ തങ്ങളെ കുരിശിൽ തറക്കപ്പെട്ടത് കാണുമ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമുൽ മുഹദ്ദിസീൻ,
ഹദീസ് പണ്ഡിതന്മാരുടെ ഇമാമാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദാ റജുലുൻ ഖദ് ഖളാ മാ അലൈഹി സുനിബ മുസിറൻ അലൽ അഖീദത്തി സ്വഹീഹ. ഈ മഹാനായ മനുഷ്യൻ ഒരു പണ്ഡിതൻ ചെയ്യേണ്ട ധർമ്മം ചെയ്തിരിക്കുകയാണ്. സത്യസന്ധമായ മാർഗത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിലാണ് ഇങ്ങനെ കുരിശിലേറ്റപ്പെട്ടത് എന്ന് അഹ്മദ് റളിയല്ലാഹു അൻഹു ആ മഹാനെ നോക്കി പറയുമായിരുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരും ഇതുപോലെ ജയിലിലടക്കപ്പെട്ട ആളാണ്. ജയിലിൽ 40 കൊല്ലം. 40 കൊല്ലം എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞില്ലേ കാലം. ഇപ്പോ നാസർ മഅദനി ഉസ്താദ് ബാംഗ്ലൂരിൽ കഴിയുന്നുണ്ട് അല്ലേ, വിചാരണ തടവുകാരനായിട്ട്. അള്ളാഹു അദ്ദേഹത്തിന് മോചനം കൊടുക്കട്ടെ. എന്തെല്ലാം പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിരപരാധിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ തടങ്കലിലായി കിടക്കുന്നത് വളരെ ദാരുണമാണ്. അള്ളാഹു അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. അള്ളാഹു മോചനം നൽകട്ടെ. എത്രയോ ജയിലുകളിൽ എത്രയോ നിരപരാധികൾ കിടക്കുന്നുണ്ട്. നിരപരാധികൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നാടുകടത്തപ്പെടുന്ന ആളുകൾ, ദീനിന്റെ പ്രബോധകന്മാർ, ജാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ എം അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ, അവർ ഏതെല്ലാം ആശയങ്ങളോ ഏതെല്ലാം ചിന്താഗതികളോ ആകട്ടെ, മൊത്തത്തിൽ ഇസ്ലാമിക പ്രചാരകർ എന്നറിയപ്പെടുന്ന ആളുകളാണ്. ഇസ്ലാമിനോടുള്ള വിരോധം, അവർ ഏതെങ്കിലും ആശയങ്ങളിൽ ഇസ്ലാമിന്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ടത് കൊണ്ടല്ല അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടുന്നത്, മുസ്ലിമായതിന്റെ പേരിലാണ്. നമ്മൾ അങ്ങനെ വീക്ഷണങ്ങൾ, കാര്യങ്ങളെ നമ്മൾ അങ്ങനെ വ്യക്തതയോടുകൂടെ നോക്കിക്കാണുമ്പോൾ നമ്മൾ അറിയണം, ഇസ്ലാം പരീക്ഷണങ്ങൾ അതിജീവിക്കുന്ന ദീനാണ്. ഞാൻ ചൊല്ലിവെച്ച ആ ഒരു കവിത മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റേതാണ്. മുഹമ്മദ് അലി ജൗഹർ അന്ത്യവിഷമം കൊള്ളുന്ന മസ്ജിദുൽ അഖ്സയിലാണ്. നമ്മുടെ ചെങ്കടൽ കണ്ട ആളുകൾ തീർച്ചയായും മസ്ജിദുൽ അഖ്സ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒന്ന് കൈപൊക്കിയാട്ടെ കണ്ടിട്ടില്ലെങ്കിൽ. മസ്ജിദുൽ അഖ്സ, മാഷാ അല്ലാഹ്, മസ്ജിദുൽ അഖ്സ നിങ്ങൾ പോയിട്ടുണ്ടോ? മസ്ജിദുൽ അഖ്സയിൽ നമ്മൾ പള്ളിയിലേക്ക് നിന്നാൽ പള്ളിയുടെ മിഹ്റാബ് നമ്മുടെ മുമ്പിലാണെങ്കിൽ നമ്മുടെ വലതുഭാഗത്ത് ഇത് മൗലാന മുഹമ്മദ് അലി ജൗഹർ അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറാണ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കാണാൻ പറ്റും, വലതുഭാഗത്ത് സിയാറത്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെന്നാൽ കുറച്ച് താഴെയാണ് ബുറാഖിനെ കെട്ടിയിട്ട വട്ടക്കണ്ണിയുള്ളത്. മെഹ്റാജിന് പോകുമ്പോൾ അതൊക്കെ ഇന്നും അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ അനശ്വരമായ കവിതയാണത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ പേരക്കിടാവ് കർബലായിൽ ദാരുണമായി യസീദിന്റെ ശിങ്കിടിമാരാൽ അറുകൊല ചെയ്യപ്പെട്ടപ്പോ മുഹമ്മദ് അലി ജൗഹർ അതിനെ കുറിച്ച് പാടിയതാണ്. ഖത്ലേ ഹുസൈൻ, ഖത്ലേ ഹുസൈൻ ദർ അസ്ൽ മർഗെ യസീദ് ഹൈ, क़त्ले हुसैन दर असल मर्गे यजीद है, इस्लाम जिंदा होता है हर करबला के बाद. കർബലായിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണമല്ല, മർഗെ യസീദ് ഹേ, മഹാനവറുകളെ കൊല്ലാൻ പ്രേരണ ചെയ്ത യസീദിന്റെ മരണമാണ്. യസീദാണ് അവിടെ മരിച്ചത്, ഹബീബിന്റെ പേരക്കുട്ടിയല്ല. ഇസ്ലാം സിന്ദ ഹോതാ ഹേ, ഇസ്ലാം സിന്ദ ഹോതാ ഹേ ഹർ കർബലാ കെ ബാദ്. ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചു കൊണ്ടിരിക്കും. ഏതൊരു പ്രയാസത്തിന് ശേഷവും ഈ ദീനത്തിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെ പറ്റില്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഇല്ലായ്മ ചെയ്യുകയും പുതിയ ചില ആളുകളെ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ രീതി. നമ്മളെ കൊണ്ടല്ല ഇസ്ലാം നിൽക്കുന്നത്, അത് അള്ളാഹുവിന്റെ റബ്ബാനിയായ ദീനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആനും ഈ ഇസ്ലാമും ഞാനാണ് ഇറക്കിയത്, അത് ഞാൻ ഉദ്ദേശിക്കുന്ന കാലം വരേക്കും അവിടെ നിലനിർത്തേണ്ടത് എന്റെ ബാധ്യതയാണ്, ഞാനത് ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. പക്ഷെ അതിൽ കൂടിയാൽ നമുക്ക് രക്ഷപ്പെടാം. നമ്മളാരും ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അള്ളാഹുവിന്റെ റബ്ബാനിയായ ഒരു തിരുനോട്ടത്തിൽ നിലനിൽക്കുന്ന ദീനാണത്. ഇസ്ലാം മുസ്ലിങ്ങളെ കൊണ്ടാണെങ്കിൽ ഇത് ഇസ്ലാമൊക്കെ പോയിട്ടുണ്ടാവും ലോകത്ത്. ഇസ്ലാം നിലനിൽക്കുന്നത് മുസ്ലിമീങ്ങളെ കൊണ്ടാണെങ്കിൽ, അത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ, ഇസ്ലാം എന്നോ മൺമറഞ്ഞു പോയിട്ടുണ്ടാവുന്ന.
പക്ഷെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം കൊണ്ടാണ്. നമ്മളാരും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിലും അള്ളാഹു ചില ആളുകളെ കൊണ്ട് ഇവിടെ നിലനിർത്തും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതാണ് ഈ കാണുന്ന അത്ഭുതങ്ങൾ. ജഹാं में अहले ईमान, जहां में अहले ईमान सूरत खुर्शीद जीते हैं, जहां में अहले ईमान सूरत खुर्शीद जीते हैं, इधर डूबे उधर निकले, उधर डूबे इधर निकले। इस्लाम की फितरत में, इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे। ഇസ്ലാം ലോകത്ത് നിലനിൽക്കുന്നത് സൂര്യനെ പോലെയാണ്. ഇസ്ലാം നിലനിൽക്കുന്നത് സൂര്യശോഭയെ പോലെയാണ്. നിത്യമായ അസ്തമയമില്ല. ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും, അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും. ഇസ്ലാമിന് നിത്യമായ ഒരു അസ്തമയമില്ല എന്ന് പാടിപ്പോയ ഇഖ്ബാൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം കി ഫിത്രത്ത് മേ कुदरत ने लचक दी है, इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे। ഇസ്ലാം ഒരു റബ്ബർ പന്ത് പോലെയാണ്. എത്രയാണോ നിങ്ങൾ അതിനെ എത്രയാണോ എറിയുന്നത്, ആ സ്പീഡിൽ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. താഴേക്കെറിഞ്ഞാൽ അത് മേലോട്ട്, താഴേക്കെറിഞ്ഞാൽ മേലോട്ട് പൊന്തുന്ന പോലെ അടിച്ചമർത്തുമ്പോൾ ഇസ്ലാം അതിലേറെ ശക്തിയോടുകൂടെ തിരിച്ചു വരും. നമ്മുടെ സഹോദരിമാർ ഇസ്ലാമിന്റെ സംസ്കാരമോ വേഷമോ ഇസ്ലാമിന്റെ ആചാരമോ കൊണ്ടു നടക്കാതിരുന്നാൽ എന്ത്? എത്രയോ വലിയ വലിയ ആളുകൾ ഈ ദീനിന്റെ ഹിജാബ് ധരിക്കാൻ മുന്നോട്ട് വരിക. ഞാനിപ്പോ ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. സിനീഡ് ഓ കോണർ എന്ന് പറയുന്ന ഐറിഷുകാരിയായ ഒരു സിംഗറുണ്ട്. വലിയ വലിയ ഹിറ്റ് ഗാനങ്ങളൊക്കെ ലോകത്തിന് സമ്മാനിച്ച ഒരു ഐറിഷ് പാട്ടുകാരിയാണ്. സിനീഡ് ഓ കോണർ അവരുടെ പേര് സിനീഡ് ഓ കോണർ. അവരിന്ന് ഹിജാബ് ധരിച്ച പെണ്ണാണ്. അവര് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഐ ഹാവ് അക്സെപ്റ്റഡ് ഇസ്ലാം, ഞാൻ ഇന്നു മുതൽ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഐറിഷുകാരിയാണ്. നമ്മൾ ആലോചിക്കണം, യൂറോപ്പിൽ ഇസ്ലാം അടിച്ചു കയറാൻ മുസ്ലിമീങ്ങളായ ആളുകളെ പോലും കവച്ചു വെക്കുന്ന ഈമാനിക പ്രഭയിൽ മുസ്ലിം പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഹിജാബ് വേണം, നമ്മളെ പെൺകുട്ടികളെ ഹിജാബ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ടോ നോക്കി നടക്കുന്നത്. ഹിജാബ് ഞങ്ങൾക്ക് വേണം. മോം ഐ ആം എ മുസ്ലിം. അമേരിക്കക്കാരി പെൺകുട്ടികൾ ഉമ്മ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു പറ്റം കനേഡിയൻ മുസ്ലിമീങ്ങളുടെ ഒരു പറ്റം യുവതികളുടെ ഒരു യൂട്യൂബ് കാണാൻ കഴിയും. മോം ഐ ആം എ മുസ്ലിം, ഉമ്മ ഞാൻ മുസ്ലിമാണ് കേട്ടോ. വൈ ബ്രിട്ടീഷ് ഗേൾസ് ആക്സെപ്റ്റ് ഇസ്ലാം? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരായ പെൺകുട്ടികൾ ഇസ്ലാം സ്വീകരിക്കുന്നത്? യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവര് പറയാ, ശരീരം കാണിച്ച് ഞങ്ങൾ കുറെ നടന്നു, ശരീരത്തിൽ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ച് സ്ട്രീറ്റിലും ബീച്ചിലൊക്കെ ഞങ്ങൾ നടന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ആട്ടും തുപ്പുമാണ്. ഞങ്ങളെ നോക്കുന്ന കഴുക കണ്ണുകൾ. പക്ഷേ വ്യഭിചാരം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ചവറ്റുകൊട്ടയിൽ എറിയുന്ന വേസ്റ്റ് പോലെ ഞങ്ങൾ നടന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ഹിജാബിലേക്ക് വന്നപ്പോ we got honor, ഞങ്ങൾക്ക് ബഹുമാനം കിട്ടി, റെസ്പെക്ട്, ആദരവ് കിട്ടുന്നു. മനുഷ്യത്വം ഇവിടെയാണ്. ഒരു പെണ്ണവളുടെ ശരീരം മറച്ചാണ് നടക്കേണ്ടത്, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അഴിഞ്ഞാടി നടന്ന ഒരു സമൂഹം ഹിജാബ് ധരിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. സുബ്ഹാനല്ലാഹ്. എത്രയോ യുക്തിവാദികൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് മുസ്ലിം പേരുള്ള യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് സൂക്ഷിച്ചോളി. ഒരു ജബ്ബാർ മാഷും ഒരു അയ്യൂബ് മാഷും ഒക്കെ ഉണ്ട്, അയ്യൂബ് മൗലവിയൊക്കെ ഉണ്ട്. യുക്തിവാദികളാണ്. എവിടെ നിന്ന് കിട്ടിയെന്നാവോ ഈ പേര്? ആ കുടുംബത്തിന്, ഈ ഉമ്മത്തിനെ അപമാനമായിട്ട് വരികയാണ്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. പ്രസംഗിക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ആളുകളൊക്കെ ഫ്രീ തിങ്കേഴ്സ്,
അങ്ങനെ ഒരു വിഭാഗം വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ഫ്രീ തിങ്കേഴ്സ്. ദയവ് ചെയ്തിട്ട് അടുപ്പിക്കണ്ട. ഈമാൻ അങ്ങോട്ട് ഊരിക്കൊണ്ടുപോയതിന് ശേഷമേ നമ്മൾ അറിയുള്ളൂ. ഇവരൊക്കെ ബോധം തെളിഞ്ഞ് വരുമ്പോഴേക്കും വണ്ടി പോയി മുമ്പോട്ടെത്തിയിട്ടുണ്ടാവും. ഇവർക്ക് ബോധം തെളിയുമ്പോഴേക്കും ഇവരെ കേട്ടുപഠിച്ച ആളുകളൊക്കെ യുക്തിവാദത്തിലൂടെ മരിച്ചു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന നമ്മുടെ ഇതൊന്നും യുക്തിവാദം, ഒരു കുന്തും തിരിയാതെയാണ് ഇവരൊക്കെ ഈ പറയുന്നത്. ഇവർക്ക് യുക്തിവാദം തന്നെ ഇസ്ലാം ശരിയില്ല എന്ന് പറയാൻ അപ്പൊ ഇവരാകെ പഠിച്ചത്. യുക്തിവാദം എന്താന്ന് ഇപ്പോഴും പറയുന്നില്ല അവര്. യുക്തിവാദത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. വലിയ ജെഫ്രി ലാങ്ങിന്റെ സ്പീച്ചൊക്കെ കാണാൻ പറ്റും, യൂട്യൂബിലെ കാണാം. 2-3 മണിക്കൂറൊക്കെ ജെഫ്രി ലാങ്, അദ്ദേഹം യുക്തിവാദിയാണ്. An atheist perspective to Islam. ടൈപ്പ് ചെയ്താൽ മതി. An atheist perspective to Islam. ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള വീക്ഷണം. പ്രഗത്ഭനായ ജെഫ്രി ലാങ്ങിന്റെ, അദ്ദേഹം അമേരിക്കക്കാരനാണ്. നമ്മുടെ നാട്ടിലെ യുക്തിവാദികളെ പോലല്ല, ശരിക്കുള്ള യുക്തിവാദികളാണ്. അവർക്ക് മനസ്സിലായി ഇസ്ലാം അതാണ് യുക്തി എന്ന്. തിരിച്ചു വന്നു. യുക്തിവാദികളോട് സംവദിക്കുന്ന ഹംസ സോർക്കിസ്, ഗ്രീക്കുകാരനെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഹംസ സോർക്കിസ്, അദ്ദേഹം മുമ്പ് ആ പേരിലല്ല, അദ്ദേഹം പേര് മാറിയതാണ്. യുക്തിവാദിയായിരുന്നു, ഇസ്ലാമിലേക്ക് വന്നതാണ്. ഒരുപാട് ആളുകൾ നിരനിരയായി കിടക്കുകയാണ്. ഇവിടെ അസ്തമിക്കുമ്പോൾ അവിടെ ഉദിക്കുകയാണ്. നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇസ്ലാം വേണം, ഞങ്ങൾക്കതിനെ തരൂ എന്ന് പറഞ്ഞവർ ഓടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇസ്ലാം ജിന്ദ ഹോതാ ഹൈ ഹർ കർബലാ കെ ബാദ്. ഒരു ബീഫ് തിന്നതിന്റെ പേരിൽ ഒരാൾ അടിച്ചു വന്നിട്ട് കാര്യമില്ല. അവിടെ 100,000 ആളുകൾ അല്ലാഹു അതിന് പകരം കൊണ്ടുവരും. കൊന്നു തീർക്കാൻ പറ്റുന്നതല്ല ഈ ദീൻ. ഒരു ആലിമിനെ, ഒരു പ്രബോധകനെ, ഒരു പണ്ഡിതനെ തുറങ്കിലടച്ചാൽ തീരുന്നതല്ല അല്ലാഹുവിന്റെ ദീൻ. അതിന് പകരം 1,000 ആളുകൾ അല്ലാഹു മറ്റൊരിടത്ത് ഇറക്കിയിട്ടുണ്ടാവും. നിബിതങ്ങളുടെ കാലം മുതൽ ഇനി ഖിയാമം വരെ നടക്കാൻ പോകുന്നത് അതാണ്. നമ്മളത് ശരിക്ക് ചരിത്രം വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇയെ ബഗ്ദാദിന്റെ തെരുവുകളിൽ കുരിശിൽ തറക്കപ്പെട്ടത് കണ്ടപ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദാ റജുലുൻ ഖദ് ഖളാ മാ അലൈഹി. തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച മഹാപണ്ഡിതനാണ് ഇദ്ദേഹം. സുലിബ മുസിറൻ അലൽ അഖീദത്തി സ്വഹീഹ. ശരിയായ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ തുറങ്കിലടക്കപ്പെടുകയും കുരിശിലേറ്റപ്പെടുകയും ചെയ്ത ആളാണ് ഇയാളെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ ഈ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മഹാനായ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു മഹാപണ്ഡിതനെ പരിചയപ്പെടാം. ഇൽമിന് വേണ്ടി സേവനം ചെയ്ത മഹാനുഭാവൻ. ഇത് രസകരമായ അനുഭവം. ഈ മഹാനായ പണ്ഡിതൻ കള്ളനാണ് എന്ന് പറഞ്ഞ് ഒരു കള്ളൻ അദ്ദേഹത്തെ പ്രതിയാക്കിയ ഒരു ചരിത്രമുണ്ട്. അതാ ഇബ്നു അബീ റബാഹ് മുഫ്തി മക്കത വഖാദിഹാ, മക്കയുടെ ഖാദിയും മക്കയുടെ മുഫ്തിയുമായിരുന്ന അതാ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനായ പണ്ഡിതനാണ്. ഖാന ഗുലാമൻ അസ്വദ്, കറുത്ത ഒരു അടിമയായിരുന്നു. അഫ്തസൽ അംഫ്, മൂക്കൊക്കെ ചപ്പിയ ഒരു ആഫ്രിക്കൻ എത്യോപ്യക്കാരനാണ് അതാ റളിയല്ലാഹു അൻഹു. ഖസീറൽ ഉനുഖി, കഴുത്തൊന്നും ഇല്ല, ഇങ്ങനെ കുറുകിയ കഴുത്താണ്, ഹൈറ്റും ഇല്ല. മഹാനവറുകൾ കാന ദമീമൻ, കാണാൻ ഒരു ഭംഗിയുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതല്ല, മക്കയിലെ ഒരു പെണ്ണിന്റെ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു അതാ എന്നവരെ. അല്ലാഹുവിന്റെ ഇൽമു കൊടുത്തു. ഇൽമു കൊടുത്തു എന്ന് മാത്രമല്ല, മക്കക്കാർ മുഴുവനും പറഞ്ഞു, ഈ മഹാൻ മതി, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാം. മഹാനവറുകൾ അവരെ നേതാവായി പ്രഖ്യാപിച്ചു മക്കക്കാരുടെ. അതുകൊണ്ട് ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഹജ്ജിന്റെ സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആലിമീങ്ങൾ വരും. അവരാരും മക്കയിൽ ഫത്വ കൊടുക്കരുത്. ഹജ്ജിന്റെ സമയത്ത് പോലും അതാ ഇബ്നു അബീ റബാഹ് എന്നവർ കൊടുക്കലാണ് ഫത്വ. വേറെ ആരും ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് ലോക ആലിമീങ്ങൾ അംഗീകരിച്ച വലിയ മഹാനായിട്ട് മാറി. അവരിങ്ങനെ മക്കത്തെ ഹറമിലാ ജീവിച്ചത് 30 കൊല്ലം മക്കത്തെ പള്ളിയിലെ ഹറമിൽ ദർസിൽ പഠിച്ച മഹാനാണ്. അവിടെ സേവനം ചെയ്ത മഹാനാണ് അതാ റളിയല്ലാഹു അൻഹു. നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അന്നത്തെ ഖലീഫ, ആരായി ഖലീഫ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയാം. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫമാർ
അന്നത്തെ ഖലീഫ വന്നിട്ട് അതാ എന്നവരോട് വല്ലതും ചോദിക്കാനിരിക്കും. അതാ എന്നവരെ നിസ്കരിച്ച് കഴിയുന്നവർ അവിടെ ഇരിക്കും. അതാ എന്നവരെ സലാം വീട്ടിയാൽ ഖലീഫ ചോദിക്കും, അതായെ ഇന്നൊരു വിഷയമുണ്ട്, എന്താണ് ഇതിന്റെ മസ്അല? അതാ തങ്ങൾ മസ്അല പറഞ്ഞു കൊടുക്കും. ഖലീഫ എഴുന്നേറ്റ് പോകും. അല്ലാഹു അക്ബർ. അടുത്ത 2 റക്അത്ത് നിസ്കാരത്തിലേക്ക്. ഒരു ഭരണാധികാരിയുടെ പിന്നാലെ നടക്കുന്നത് ഒരു ആലിമിന് ഭൂഷണമല്ല. ഇത് പഠിപ്പിക്കുകയാണ് അവര്. പണ്ഡിതന്മാർ മുതലാളിമാരുടെ പിന്നാലെ നടക്കേണ്ടവരല്ല. മുതലാളിമാർക്ക് ദീന് വേണമെങ്കിൽ അവർ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നോട്ടെ. ഇങ്ങനെ ഒരു ഇസ്സത്തിന്റെ പാരമ്പര്യം ഈ ഉമ്മത്തിനുണ്ടായിരുന്നു. ഹറമിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഹറമിലെ പള്ളിയിൽ ഉംറക്ക് പോയ ഒരുത്തർ കിടന്നുറങ്ങൂലേ? ഉംറക്ക് ചെന്ന് എന്തൊരു ക്ഷീണായിരിക്കും അല്ലേ? ഉംറ കഴിഞ്ഞ് നാട്ടിലെത്തണവരെ ആ ക്ഷീണം അറിയില്ല. പെരിയിലാണ് എത്തിയ റബ്ബേ, ഞാൻ ഇപ്പൊ എവിടെ? രാവിലെ രാത്രിയാണോ? ഏത് നിസ്കാരം നിസ്കരിക്കാനുള്ളത്? ഒരു ബോധമില്ലാത്തൊരു ഉറക്കം വരുന്നൊരു ക്ഷീണം ഉണ്ടാവാറുണ്ട് ചിലർക്കെങ്കിലും അല്ലേ? ഉംറ കഴിഞ്ഞ് വരുമ്പോ അവിടുന്ന് ആ ഒരു ആവേശത്തിൽ അറിയില്ല. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പിന്നെ ക്ഷീണം തന്നെ ആയിരിക്കും അല്ലേ? ഉംറ കഴിഞ്ഞ് വന്നാൽ ഉംറക്ക് പോകാത്തൊരു കൈവയ്ക്കട്ടെ, ഇതുവരെ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു എളുപ്പാക്കി തരട്ടെ. ഒരു നിയ്യത്ത് മനസ്സിൽ വെച്ചോളൂ. അല്ലാഹു നമുക്ക് വളരെ പെട്ടെന്ന് ഹറമുകളിൽ 2 ഹറമിലും മക്കയിലും മദീനത്തും എത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ബാക്കിയുള്ളവരൊക്കെ പോയവരാണ്, അൽഹംദുലില്ലാഹ്. മക്കത്തെ പള്ളിയിൽ ഇങ്ങനെ ഇയാൾ കിടക്കുകയാണ്. അടുത്ത് ചെറിയൊരു ബാഗ് ഉണ്ട്, ഒരു ബെൽറ്റും ഉണ്ട്. ഒരു പച്ച ബെൽറ്റ് ഉണ്ടല്ലോ നമ്മൾ കാരണന്മാരൊക്കെ കെട്ടണേ. അപ്പൊ അന്നത്തെ ഹറമല്ലേ, ഇന്നത്തെ എയർ കണ്ടീഷൻ ഒന്നല്ലല്ലോ. കാറ്റടിച്ചപ്പോ ഇയാളുടെ കുപ്പായങ്ങൾ പൊങ്ങിയപ്പോ ആ ബെൽറ്റ് ഇങ്ങോട്ട് പുറത്ത് കണ്ടപ്പോ അതിന്റെ ഉള്ളിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, 200 ദിർഹം. ആ 200 ദിർഹം ഒരു കള്ളൻ എടുത്തു കൊണ്ടുപോയി. ഹറമില് കള്ളനോ? കള്ളന്മാരെല്ലായിടത്തുണ്ടാവില്ലേ? അവർക്ക് എന്ത് പഠിച്ചോൻ? തവാഫ് ചെയ്യുമ്പോഴേക്കാ പോക്കറ്റ് അടിക്കലെന്നാ കേട്ടത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമ്മൾ വിചാരിക്കും ഹറമല്ലേ, എത്ര ചെരുപ്പ് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ മാറിട്ട് പോവല്ലേ, നല്ലത് കാണും വിട്ടു പോവാണ്. അങ്ങനത്തെ കുറച്ച് കള്ളന്മാരുണ്ട്. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലേ? പെരുന്നാക്കൊക്കെ കട്ടെടുത്തുണ്ടോ ആൾക്കാരല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴേ കട്ടകാലം പിടിച്ചവൻ എവിടെ ചെന്നാലും കഷ്ടകാലം അങ്ങനെ പറയില്ലേ? തീരെ നിസ്കരിക്കാത്തവനൊക്കെ റമദാനെ കഴിഞ്ഞിട്ടൊന്ന് അവസാനം നന്നാക്കി കൊണ്ടുവന്ന് ഇന്ന് വാടോ പെരുന്നാൾ നിസ്കരിക്കാൻ പോര്. നല്ല കുപ്പായ കെട്ട്, നല്ല ചെരുപ്പ് കെട്ട് വന്ന് ആദ്യത്തെ നിസ്കരിച്ചിറങ്ങുമ്പോൾ അവൻ്റെ ചെരുപ്പ് പോയി. പിന്നെ അവൻ പള്ളിക്ക് വരില്ല. തീരെ നിസ്കരിക്കാത്ത ഒരാളെ പിടിച്ച് കൊണ്ടുപോയിരുന്നു മഗ്‌രിബ് നിസ്കരിക്കാൻ. ഇതുണ്ടായതാട്ടോ. അങ്ങനെ എന്താ പരിപാടിയാണ്? തീരെ നിസ്കരിക്കാൻ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആളാ. അള്ളാഹു അവർക്ക് നമുക്കൊക്കെ പുറത്തു തരട്ടെ, നമുക്ക് അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ ആദ്യമായിട്ട് നിസ്കരിക്കാൻ മഗ്‌രിബ് നിസ്കാരത്തിന് കയറ്റി കൊണ്ടുപോവുകയാണ്. 3 റക്അത്താണ് നിസ്കാരം എന്ന് പറഞ്ഞു കൊണ്ടേതാണ്. 3 റക്അത്ത് 3 വട്ടം നിൽക്കലുണ്ടാവട്ടോ. ആയിക്കോട്ടെ, ഞങ്ങൾ കാട്ടുന്ന പോലെ കാട്ടിയാൽ മതി, ഒപ്പം നിൽക്കുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ആ മഗ്‌രിബ് നിസ്കാരത്തിന് ഇമാമിന് പേച്ചിട്ട് 4 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ അല്ലോടെ 3 പറഞ്ഞിട്ടല്ലോ കൊണ്ടേത്. ഇമാമിന് പേച്ചത് ഉണ്ടോ? കഷ്ടകാലം പിടിച്ചവൻ എവിടെ ചെന്നാലും കഷ്ടകാലം തന്നെയാണ് എന്ന് പറഞ്ഞിറങ്ങിപ്പോന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു 3 എന്ന് പറഞ്ഞത് വന്ന് 4 ആയിപ്പോയി. പള്ളികളിലും വിശുദ്ധ സ്ഥലങ്ങളിലും ഒക്കെ കള്ളന്മാർക്ക് ഇപ്പോ വേറൊന്നും നോക്കണ്ടല്ലോ. അവർക്ക് മുതൽ മാത്രമല്ലേ നോക്കൂ. എത്ര വലിയ കുറ്റമാണ്, എത്ര വലിയ പാതകമാണ് ഹറമിലൊക്കെ മോഷണം ചെയ്യുന്നത്. പഠിച്ചവനെ അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ. നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ബെൽറ്റിന്റെ ഭാഗത്ത് കാറ്റടിച്ചിട്ട് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് 200 ദിർഹം ഒരു കള്ളൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഉണർന്നു നോക്കുമ്പോ പള്ളിയിൽ ആരുമില്ല. പടച്ചോനെ, എന്റെ പൈസ എവിടെ? നമ്മൾക്ക് ആദ്യം നോക്കുക പാസ്പോർട്ട് എവിടെയെന്നൊക്കെ ഉറങ്ങിച്ചാലൊക്കെ ഉമ്രക്കൊക്കെ പോയാല് പാസ്പോർട്ട് ഉണ്ടോ, പൈസ ഉണ്ടോ, പേഴ്സ് ഉണ്ടോ? നോക്കുമ്പോ ഒരൊറ്റ കുട്ടനെ കാണുന്നില്ല, പൈസ പോയിട്ടുണ്ട്. അതാ എന്നവർ നിസ്കരിക്കുകയാണ്. ഇയാൾക്കറിയില്ല ഇത് മക്കയുടെ ഖാളിയാണ് ഈ നിസ്കരിക്കുന്നത്, മുഫ്തിയാണ്. ഇവർക്കറിയില്ല. മൂപ്പര് വിചാരിച്ചു എന്റെ പൈസ അടിച്ചു മാറ്റിയിട്ടേ മിണ്ടാതെ നിസ്കരിക്കുകയാണ്. ചില ആൾക്കാരങ്ങണ്ടാവല്ലോ, പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇയാളങ്ങോട്ട് ചെന്നിട്ട് അതാ ഇബ്നു അബീ റബാഹ് തങ്ങളുടെ തോളിലങ്ങോട്ട് പിടിച്ചിട്ട് നിസ്കാരത്തിൻ്റെ പിടിച്ചു വലിച്ചു. എന്റെ കാശ് മോഷ്ടിച്ചിട്ട് നിസ്കരിക്കാതെ വലിയ ആളായിട്ട് തങ്ങളുടെ നിസ്കാരം ബാത്തിലായി. റഹ്മാനായ റബ്ബേ, എന്തേ നിങ്ങളുടെ വിഷയം? എന്റെ കാശ് മോഷ്ടിച്ചിട്ട് എന്തേന്ന് ചോദിക്കേ?
ഒച്ചുണ്ടാക്കല്ലേ, എത്ര കാശാണ് ഇത് പോയതെന്ന് ചോദിച്ചു. 200 റിയാല്, 200 ദിർഹം. അന്ന് ദിർഹമാണ് വെള്ളി നാണയം. 200 ദിർഹമാ പോയത്. ഇത് ഞാൻ അടുത്ത് നിന്ന് വേറെ ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, ഞാനും നിങ്ങൾ തന്നെ അറിയുള്ളൂ. എന്നാൽ ഞാൻ ആരോടും പറയണ്ട, ആ 200 ഞാൻ തരാം വാന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനായ അത്വാ എന്നവര്, അവിടുത്തെ മുദരിസല്ലേ, റൂമുണ്ട്, അവിടെ കൊണ്ടുപോയി അത്വാ എന്നവര് 200 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, സമാധാനായില്ലേ, ഞാൻ ആരോടും പറയണ്ട, പോയിക്കോളി എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത, ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, കട്ടെടുത്ത ആൾ ഇങ്ങനെ ചെയ്യൂലല്ലോ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അലിമികളുടെ പ്രത്യേകത, ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ചെരുപ്പിടാൾ അടിച്ചു മാറ്റിക്കൊണ്ടേ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ചെരുപ്പ് വെക്കുന്നത് മനസ്സിലായി. നബവി ഇമാമിന്റെ ചെരുപ്പെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നാലെ നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. എന്തിനെന്നറിയോ? ഇവിടെ ഒന്ന് നിൽക്കേ, ഇന്നി വഹബ്തുഹാ ലക്, ഈ ചെരുപ്പ് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, ഖബിൽതുഹാ, ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാണ്. കള്ളം കേൾക്കാതെ ഓടുകയാണ് നബി റളിയല്ലാഹു അൻഹു. പിന്നെ കള്ളം നിൽക്കാഞ്ഞിട്ട് പറഞ്ഞു കൂട്ടുകാരോട്, മക്കളെ, എന്റെ ചെരുപ്പ് അവൻ കൊണ്ടുപോയി, നാളെ അള്ളാന്റെ മുമ്പിൽ ഒരു ചെരുപ്പിന്റെ വിഷയത്തിൽ അള്ളാന്റെ കോടതിയിൽ ഇനിയും അവനും കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ അവന് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവന് ദാനമായി കൊടുത്തിട്ടുണ്ട് എന്ന് അവനെ കാണുമെന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു ചെരുപ്പിന്റെ വിഷയത്തിലൊക്കെ അള്ളാന്റെ മുമ്പിൽ ഹാജരാക്കുക മോശല്ലേ? ഇനി അവനൊക്കെ ഞാനിത് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് പറയാൻ ഞാൻ പിന്നാലെ ഓടിട്ടോ കേട്ടില്ല, ഓടുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ആലിമീങ്ങൾ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അത്വാ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കടന്നു. നിരപരാധികളായ ആളുകൾ ക്രൂശിക്കപ്പെടുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇയാളോട് ആളുകൾ ചോദിച്ചു, അല്ല എന്തേ ഇപ്പൊ അത്വാ എന്നവർ നിങ്ങൾക്ക് തന്നത്? പറഞ്ഞു, എനിക്ക് 200 ദിർഹം തന്നു, എന്റെ പൈസ ഉപരെടുത്ത്. എടോ, അത് ആരാ നിനക്കറിയോ? ഇല്ല, അതാണ് അത്വാ ഇബ്നു അബീ റബാഹ്, മുഫ്തി മക്കത വഖാദിഹാ, അല്ലാഹുവിന്റെ ഹറമായ മക്കയുടെ മുഫ്തിയും മക്കയുടെ ജഡ്ജുമായ ഖാദിയായ അത്വാ ഇബ്നു അബീ റബാഹ് ആണത്. ആ മഹാനെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത്? ഓടി വന്നിട്ട് ഈ മനുഷ്യൻ, അന്നവരെ പൊറുക്കണേ, എനിക്ക് മാപ്പ് തരണേ, മാപ്പ് തരണേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, നിങ്ങൾ ഇവിടുത്തെ ഖാദിയാണ്, നിങ്ങളാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പ് തരണേ, മാപ്പ് തരണേ. ഞാൻ പറഞ്ഞു, അതിനെന്തിന്? ഞാനത് നിങ്ങൾക്ക് തന്നല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോടത് ചോദിക്കേണ്ടത്? എന്നോട് നിങ്ങൾ എന്തിനു മാപ്പ് പറയണം? ഞാൻ നിങ്ങൾക്കത് വിട്ടുതന്നു, ആ 200 ദിർഹം ഇനി നിങ്ങളുടേതാണ്. ഇന്നി വഹബ്തുഹാ ലക് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ടോ അത് അല്ലാഹുവിന്റെ വഴിയിലാണ്. അവരതുകൊണ്ട് ഒരു നന്മയോ ഒരു പ്രശംസയോ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. അത്വാ റളിയല്ലാഹു അൻഹുവിനുണ്ടായ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് നമ്മൾ തെറ്റുകാരാണെന്ന് നമ്മളോട് പറയുമ്പോഴുണ്ടാകുന്നൊരു വേദന വല്ലാത്തൊരു വേദനയാണ്. വെറുതെ കുറ്റപ്പെടുത്തുക, മരുമക്കളെ വെറുതെ കുറ്റപ്പെടുന്ന അമ്മായിമാരുണ്ടാവും. വെറുതെ ഓൾ എന്ത് ചെയ്താലും കുഴപ്പമാണ്. അമ്മായിമാന്റെ മക്കളെ പെൺകുട്ടികൾ എന്ത് ചെയ്താലും അത് ശരിയാണ്, അതിൽ ഒരിക്കലും തെറ്റ് ചെയ്യൂല. അങ്ങനത്തെ ഒരു ഉമ്മാന്റെ മകൾ തന്നെയാണ് ഈ മരുമോളെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിക്കാതെ എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും കുറ്റം പറയുന്ന ആളുകൾ, ജോലിക്കാരോട് വെറുതെ കയർക്കുന്നവർ, ചെയ്യാത്ത തെറ്റുകൾ ആരോപിക്കുന്നവർ. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അയ്യുഹ സുദ്ദീഖു അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്ത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നബിയും പ്രവാചകന്റെ മകനും വല്ലിപ്പയും പ്രവാചകനാണ്, അവരുടെ ഉപ്പയും പ്രവാചകൻ. അങ്ങനെ ഒരു മഹത്വം യൂസുഫ് നബിക്കാണ് ഉണ്ടായത്, മറ്റാർക്കും ഉണ്ടായില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാം. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി എന്ന പ്രവാചകന്മാരുടെ പിതാവിന്റെ മകൻ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവരുടെ മകൻ യഅഖൂബ് നബി അലൈഹിസ്സലാം, അവരുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാം. ഈ 4 പേരും ഒരു മഖാമിലാണ് അന്ത്യവിഷമം കൊള്ളുന്നത് ലോകത്ത്. ഈ വാപ്പയും മകനും വാപ്പയും വെല്ലിപ്പയും വെല്ലിപ്പാന്റെ ഉപ്പയും ഒരൊറ്റ കോമ്പൗണ്ടിലാണ് കിടക്കുന്നത് ലോകത്ത്. ഹിബ്രോൺ എന്ന് പറഞ്ഞ സ്ഥലം, ഇത് ഇസ്രായേലിന്റെ അധികാരമുള്ള സ്ഥലമാണ് ഹിബ്രോൺ.
ഫലസ്തീൻ എന്ന് നമ്മൾ വിളിക്കുന്ന പുണ്യമായ ഫലസ്തീനിലെ അൽ ഹറമുൽ ഖലീലി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹറമുണ്ട്. ആ ഹറം എന്നതൊരു പള്ളിയാണ്. ആ പള്ളിക്കകത്താണ് ഈ 4 പ്രവാചകന്മാരും കിടക്കുന്നത്. അവിടെ ചെന്നാൽ സിയാറത്ത് ചെയ്തിട്ടുണ്ടാവും ഇവിടെ വന്നവരൊക്കെ. ഈ പോയ 2 സഹോദരങ്ങളോട് പറഞ്ഞു, കൈ ഉയർത്തി, മാഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് കൊടുത്താൻ തൗഫീക്ക് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണാം. ഇപ്പുറത്ത് ബാക്കിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം, അത് ജൂതന്മാരുടെ സൈഡ്, നമുക്ക് അങ്ങോട്ട് സിയാറത്ത് ചെയ്യാൻ കഴിയില്ല. തൊട്ടുപുറത്താണ് പള്ളിയുടെ മെഹ്റാബിന്റെ തൊട്ടു മുമ്പിൽ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിന്റെ ഇപ്പുറത്ത് ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹാ. പിന്നെ പള്ളിയിലേക്ക്, ആ അകത്തെ പള്ളിക്ക് കടക്കുന്നിടത്ത് വലതുഭാഗത്ത് സാറാ ബീവി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹാ. ഇവരൊക്കെ കിടക്കുന്നത് ഒരൊറ്റ കോമ്പൗണ്ടിലാണ്, ഒരു പള്ളിക്കകത്താണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങൾ അറിഞ്ഞ നബിയാണ്. ഇങ്ങനത്തെ ഒരു സുമുഖനായ പ്രവാചകൻ കിണറ്റിലെറിയപ്പെടുന്നു. അവിടെ നിന്ന് എടുത്തിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ബിദറാഹിമ മഅദൂദ, വളരെ എണ്ണപ്പെടുന്ന, തീരെ വിലയില്ലാത്ത, വെറുതെ കിട്ടണ പോലെ യൂസുഫ് നബി വാങ്ങിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വ്യഭിചരിക്കാൻ വേണ്ടി പറഞ്ഞു. വീട്ടുകാരി പെണ്ണ്, ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞു. നിരപരാധിയായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലടക്കപ്പെടുന്നു. വ്യഭിചാരത്തെക്കാളും നല്ലത് ജയിലിൽ പോകലാണ്. ഞാൻ ജയിലിൽ പോവുകയാണ്. എന്റെ മുഅ്മിനെ, എന്റെ സഹോദര, എന്റെ സഹോദരി, ഈ ചരിത്രം വായിക്കാനും പറയാനും വളരെ എളുപ്പമാണ്. അസീസ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ ഒരു ഈജിപ്തുകാരി പെണ്ണാണിത് എന്നാലോചിക്കണം. അത്യാവശ്യം സൗന്ദര്യവും ശരീരഭംഗിയും അള്ളാഹു നൽകിയ വിഭാഗമാണ് ഈജിപ്തുകാർ. ഫലസ്തീൻ, ഷാമുകാർ, അതൊക്കെ യൂറോപ്പിന്റെ ഒരു ടച്ച് അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നതാണ് അതിന്റെ കാരണം. ബൈ എത്നിസിറ്റി അവരൊക്കെ യൂറോപ്യരാണ്. അസീസിന്റെ ഭാര്യ ഫറാവദതുഹു അല്ലതി അൻ നഫ്സി, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വ്യഭിചരിക്കാൻ വേണ്ടി പറയുന്നു. യൂസുഫ് നബി നാട്ടിലല്ല, നാട്ടിലുള്ള സമയത്ത് ചെയ്യാത്തത് നാട് വിട്ട മനുഷ്യന്മാർ ചെയ്യും. അതുകൊണ്ടാണ് നാട് വിട്ടു പോകുന്നത്, പ്രവാസ ജീവിതം നയിക്കുന്നത് കരുതലോടെ ജീവിക്കേണ്ട ഒരു കാലമാണ് എന്ന് ആലിമീങ്ങൾ പറയാൻ കാരണം. നബി തങ്ങളുടെ ഹദീസുകളിലൊക്കെ ഗുർബത്ത് വലിയൊരു പരീക്ഷണമാണ്. നാട്ടിൽ നിൽക്കുമ്പോൾ ഏത് ഓട്ടോറിക്ഷ, ബൈക്ക് വന്നാലും അത് ആരാ വന്നത്, ആരാ അവിടെ കയറിയത്, അത് ആരാ പോയത്, ഇതൊക്കെ കുറെ CCTV എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കണ്ടിരുന്നു. കുറെ വയസ്സന്മാര് മതിലും ഇരിക്കണത്, നാട്ടിലെ പഴയ കാലത്തെ CCTV അല്ലേ, വാട്സപ്പിൽ കണ്ടല്ലോ. ആ CCTV എല്ലാ നാട്ടിലും ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ ആമയൂരി പ്രദേശത്തൊക്കെ ഉണ്ടാവും. എന്തായാലും ആ ഒരു CCTV പിന്നെ കൊലയുമിരിക്കുന്ന ആൾക്കാർ ഓലെ കണ്ണപ്പെടാതെ ഒരൊറ്റ കുട്ടിക്കല്ലേ പോകാൻ പറ്റില്ല. ഒരു കാർക്കും നോക്കും, അത് ആരെ കാറ, ഓട്ടോറിക്ഷയ്ക്കും നോക്കും, ബസ്സൊക്കെ നോക്കും, ആരാ വരുന്നത് പോണത്. അവരറിയാതെ ഈ നാട്ടിൽ ഒരു അനക്കുണ്ടാവില്ല. അപ്പൊ ഒരു കള്ളക്കളി അങ്ങനെ പെട്ടെന്ന് നടക്കൂല നാട്ടില്. നാട് വിട്ടാൽ അതല്ലല്ലോ അവസ്ഥ. ഫ്ലാറ്റ് ജീവിതങ്ങളാണ്. അയൽപക്കത്തുള്ള ആള് ജീവിച്ചോ മരിച്ചോ എന്ന് പോലും അറിയില്ല. തൊട്ടടുത്ത റൂമിൽ ആരെ പേടിക്കാൻ, നാട്ടുകാരില്ല, വീട്ടുകാരില്ല. അതുകൊണ്ടാണ് രാജ്യം വിട്ടു പോകുമ്പോൾ നമ്മളെ മക്കളൊക്കെ ബാംഗ്ലൂരിൽ പോകട്ടെ വാപ്പ, അവിടെ നല്ല സ്ഥാപനങ്ങളുണ്ട് പഠിക്കാൻ. ശരിയാണ്, ഭയങ്കര ഡേഞ്ചറാണ്. മദ്രാസ് പോയിട്ട് പഠിക്കാം, ചെന്നൈയിൽ പോയിട്ട് പഠിക്കാം, ഡൽഹിയിൽ പോകാം, ബോംബെയിൽ പോകാം, നല്ല രസമുള്ള ഏർപ്പാടാണ്. പക്ഷേ കരുതലോടെ നോക്കിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈമാനും അഖീദയും വെളിച്ചവും ഒക്കെ നഷ്ടപ്പെടും. അള്ളാഹു നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അള്ളാഹുവേ നീ കാവൽ നൽകണേ തമ്പുരാനെ. യൂസുഫ് നബി അലൈഹിസ്സലാം വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ മഹാനായ പ്രവാചകന് ഉത്തരം കൊടുക്കാതിരുന്ന ആ ഒരു സാഹചര്യം ആലോചിക്കണം. ഒന്ന്, നല്ല ആരോഗ്യമുള്ള ആളാണ്. യൂസുഫ് നബി വയസ്സായപ്പോഴല്ലേ ഈ സംഭവം. യൂസുഫ് നബി കല്യാണം കഴിക്കുന്നതിന് മുമ്പാണിത്. നല്ല യുവാവാണ്. പുറമേ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്തവരാ കുറച്ച് കുരുത്തക്കേടൊന്നും തിരക്കേടില്ല എന്ന് വിചാരിക്കണത് അല്ലേ. അങ്ങനെ കുരുത്തക്കേട് ഇങ്ങനെ കളിച്ച് നടക്കുമ്പോഴേ പിന്നെ വാപ്പാരെ കെട്ടിച്ചു വിടുക, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. എന്നിട്ടെങ്കിലും നന്നാട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് നന്നാവണില്ലെങ്കിൽ പിന്നെ ഗൾഫ് കുറഞ്ഞേക്ക. ഇവിടെ സഹിക്കാൻ വയ്യ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടില്ല. ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ വൈകാരിക തോന്നലുകൾ തോന്നാനിടയുള്ള ഒരു മനുഷ്യനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. പക്ഷെ അള്ളാഹു അവരെ പ്രൊട്ടക്ട് ചെയ്തു.
നാട്ടിലല്ല, പേടിക്കേണ്ട കാര്യമില്ല. നല്ല തറവാടും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ്, സ്വന്തം ഭർത്താവ് പുറത്തുപോയ ഒരു നേരത്ത് ആരുമില്ല എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കുകയാണ്. നാടില്ല, യൂസുഫ് നബി അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്തു പറയുന്നുവോ അത് കണ്ണും ചിമ്മി ചെയ്തേക്കണം. യൂസുഫ് നബി അടിമയാണ് അവിടെ. ആ അടിമയായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സയ്യിദത്ത്, തന്റെ മിസ്ട്രസ്, തന്റെ യജമാനത്തിയാണ് ഈ പറയുന്നത്. ഏതടിമയും ഏത് തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും ഉടമയോ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. പക്ഷെ യൂസുഫ് നബിയുടെ മറുപടി വന്നു, ലാ, ഞാനത് ചെയ്യൂല. എന്നെ നിങ്ങൾ അതിന് വിളിക്കണ്ട. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എന്റെ റബ്ബ് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഒരർത്ഥം. അല്ലെങ്കിൽ എന്റെ ഉടമസ്ഥൻ അസീസ്, അദ്ദേഹം എന്നോട് ഒരുപാട് നല്ല നിലക്ക് ഉപകാരം ചെയ്ത ആളാണ്. എന്റെ പരിശുദ്ധനായ അല്ലാഹു എന്നോട് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. ആ റബ്ബിനെ എതിര് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ഇത് പറയാൻ എന്റെ മുഅ്മിനെ എത്ര ഈമാൻ വേണം. പെൺകുട്ടികൾ ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്കും റോങ് കോൾ വരുമ്പോഴേക്കും വീണു പോവുക. പിന്നെ അങ്ങോട്ടേക്ക് സ്നേഹമായി, അടുപ്പമായി, അതായി ഇതായി. വാട്സപ്പുകളിലൂടെ വരുന്നുണ്ടാകുന്ന ഫിത്നകൾ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിനോട് ഭാര്യ പറയും, നിങ്ങളെ വേണ്ട, എന്തേ, അവൾക്ക് വേറെ ഏതോ ബന്ധമുണ്ട്. എവിടുന്ന് ബന്ധം? വാട്സപ്പിലൂടെ വേറെ ആരെയോ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, ഞാനിപ്പോൾ അബുദാബിയിൽ ഇന്നലെ രാത്രി ഈ സമയം അവിടുന്ന് വരുന്ന സമയം കരഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, എൻ്റെ ഭാര്യ 6 കൊല്ലമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഇപ്പം ഇങ്ങനെ എന്നെ വേണ്ടെന്നാ പറയണത്. എൻ്റെ കാരണം ഇങ്ങനെയാണ്, വേറെ ആരോടൊരു ബന്ധമുണ്ട്, അപ്പൊ എൻ്റെ കൂടെ വേണ്ട എന്നാ പറയണത്. 6 കൊല്ലം അവളെ ഗൾഫിക്കും കൊണ്ടുപോയിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എൻ്റെ നാട്ടിൽ പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്. എന്തേന്നറിയോ? തിന്മയുടെ ഒരു വാതിൽ തുറന്നു കിട്ടാൻ നമ്മൾ കാത്തിരിക്കാം. അത് മലർക്കയെ തുറന്നു വെച്ചു യൂസുഫ് നബി അലൈഹിസ്സലാമിന്. എന്നിട്ട് എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളുകൾക്കാണ് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് 7 വിഭാഗങ്ങളിൽ. وإني أخاف الله من قال عندما دعت ذات عالم منصب وجمالي. അല്ലാഹു കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഈമാൻ കടഞ്ഞെടുക്കാൻ വേണ്ടി ഒരു സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള ഒരു പെണ്ണ്, അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള തറവാടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഹറാമിലേക്ക്, വ്യഭിചാരത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയോ അതിന് സാഹചര്യം ഒത്തുകിട്ടുകയോ ചെയ്തിട്ട് ഞാനത് ചെയ്യില്ല, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു പെണ്ണേ എന്നൊരു ആണും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് ഒരു പെണ്ണും തന്നെ ഹറാമിലേക്ക് വിളിക്കുന്നവനോട് മറുപടി പറഞ്ഞാൽ അത്തരം ആളുകൾക്ക് നാളെ മഹ്ശറായുടെ ചൂടിൽ നിന്ന് അല്ലാഹു തണുപ്പ് കൊടുക്കാൻ വേണ്ടി അർശിന്റെ തണൽ വിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിയേ ചരിത്രങ്ങളായ ചരിത്രങ്ങളിൽ വെച്ച് അതിമനോഹരമായ ചരിത്രമാണ് നബിയേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയായിരുന്നിട്ട് പോലും ജയിലിലടക്കപ്പെടുകയാണ് ഉണ്ടായത്. ജയിലിൽ കൊണ്ടുപോയി പാർപ്പിച്ചു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ. അപ്പോഴാണ് മഹാനവറുകൾ അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഊനനി ഇലൈഹി, വ്യഭിചാരം എന്ന തിന്മയിലേക്ക് നിങ്ങൾ എന്നെ വിളിക്കുന്നുവല്ലോ, ആ തിന്മ ചെയ്യുന്നതിനേക്കാളും എനിക്ക് നല്ലത് ജയിലിൽ കഴിയലാണെന്ന് പറഞ്ഞ് നിരപരാധിയായിരുന്നിട്ട് ജയിലിൽ കഴിഞ്ഞ ചരിത്രമാണ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റേത്. ഇതെല്ലാം പരീക്ഷണ മുഅ്മിനെ. ചെയ്യാത്ത തെറ്റിന് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന അവസ്ഥ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ നിരപരാധിയായിരിക്കെ വ്യഭിചാര ആരോപണം പോലുള്ള ഗുരുതരമായ ആരോപണം നേരിട്ട നമ്മുടെ ഉമ്മയാണ്, വിശ്വാസിനികളുടെ ഉമ്മയാണ് ഉമ്മുനാ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ. സിദ്ദീഖ് തങ്ങളുടെ മകൾ, സത്യസന്ധയായ ഉമ്മ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ.
സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഒറ്റക്കായി പോയപ്പോ യുദ്ധത്തിൽ വീണുപോയ സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പിന്നാലെ നടന്നു വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ ബീവിയെ വഴിയിൽ വെച്ച് കാണുകയും ആ സമയത്ത് ഉറക്കച്ചടവിനാൽ പ്രഭാതത്തോടടുക്കുന്ന നേരത്തെ ഫജ്റിന്റെ തൊട്ട് മുമ്പുള്ള ആ നേരത്തെ ഒരു പാറക്കല്ലിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ ആയിഷ ബീവിയെ, ഹിജാബ് ധരിച്ചിരിക്കുന്ന ബീവിയെ ഹിജാബിന്റെ മുമ്പ് കണ്ട് പരിചയമുണ്ടായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണോ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് വരുമ്പോൾ പറയുന്ന വാക്കാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റക്കായി പോയത് കണ്ടിട്ട് ഇന്നാ ലില്ലാഹി ചൊല്ലിയ ആ ശബ്ദത്തിൽ ഉണർന്നുപോയി ആയിഷ റളിയല്ലാഹു അൻഹ ആ മഹദിയോട് ഒരു സംസാരം പോലും സംസാരിക്കാതെ എന്തു പറ്റി ബീവി നിങ്ങൾക്കെന്നോ കഥ എന്താണെന്ന് പോലോ ചോദിക്കാതെ ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് താഴ്ത്തി കൊടുക്കുകയും ഒട്ടകപ്പുറത്ത് കയറാൻ പറയുകയും ചെയ്ത് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങിയിട്ട് ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാൻ പാടുള്ളതല്ലല്ലോ, ശരീരം ഒട്ടിക്കിടക്കാൻ പാടുള്ളതല്ലല്ലോ. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആ മരുഭൂമിയിലെ യാത്ര മുഴുവൻ ഒട്ടകപ്പുറത്ത് വരേണ്ടിയിരുന്ന മഹാൻ ആയിഷ ബീവിയെ മേലെ ഇരുത്തി കയറ് പിടിച്ച് മരുഭൂമിയിലൂടെ കല്ലിലും മണലിലും ചവിട്ടി മദീനയിലേക്ക് വന്നപ്പോഴാണ് ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച്, അന്നത്തെ കപടവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടും കണ്ണുയർത്തി നോക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ട് വ്യഭിചാര ആരോപണം നടത്തുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഇൻ കുൻതി അൽമംതി ബിദംബിൻ ഫതൂബി ഇലല്ലാഹ്. ആയിഷ, സഫ്വാൻ ഇബ്നു മുഅത്തിലിനോട് ഒരു പ്രേമമോ ഒരടുപ്പമോ എന്തെങ്കിലും ഒരു തെറ്റോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ ആയിഷ ബീവി നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയേക്കണം. വഇൻ കുൻതി ബരീഅ, നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ഫസയുബർരിഉകില്ലാഹ്, അള്ളാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ദിവസങ്ങളോളമായി ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു വഹയി കൊടുക്കാതെ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നറിയാതെ ആയിഷ ബീവിയോട് സ്വന്തം വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. ആരോപണം സ്വന്തം ഭാര്യയെ കുറിച്ചാണെങ്കിൽ പോലും കണ്ണു ചിമ്മി നിഷേധിക്കുകയോ ഇല്ല എന്ന് പറയുകയോ ചെയ്യലല്ല രീതിയെന്നും സത്യാവസ്ഥ മനസ്സിലാക്കാൻ അന്വേഷണം നടത്തണമെന്നാണ് അതിന്റെ രീതിയെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു, ബീവി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഉമ്മയോട് ചെന്ന് ചോദിച്ചു, ഉമ്മാ എന്താണ് എനിക്ക് പറ്റിയതുമ്മ, എന്തേ റസൂൽ എന്നോട് മിണ്ടാത്തത്? ബീവിക്കറിയുമായിരുന്നില്ല നിരപരാധിയായ ഒരു പെണ്ണിനെ കുറിച്ച്, അതും ഹബീബായ നബി തങ്ങൾ എന്ന ത്വയ്യിബായ എല്ലാ മനുഷ്യരെക്കാളും ശുദ്ധരിൽ ശുദ്ധരായ ഇന്നൽ മുത്തഖീന ഇന്ന അത്വയ്യിബാതു ലിത്വയ്യിബീൻ വത്വയ്യിബൂന ലിത്വയ്യിബാത്ത് എന്ന് ഖുർആൻ പറഞ്ഞ സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളെയാണ് അല്ലാഹു ഇണയാക്കി കൊടുക്കുന്നത്. നല്ല മനുഷ്യർക്ക് നല്ലവരെയാണ് അല്ലാഹു തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരിൽ നല്ലവരായ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവരെ എങ്ങനെയാണ് ഇണയാക്കി കൊടുക്കുകയെന്ന് ഏത് മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന പരമമായ ഒരു യാഥാർത്ഥ്യം. എന്നിട്ട് മനുഷ്യരിൽ മുഴുവനും ഈ ഒരു റൂമർ പറഞ്ഞു പരത്തുകയും അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സ് വേദനിപ്പിക്കുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മനസ്സ് നൊന്തുപോവുകയും ചെയ്ത നേരത്ത് ബീവിയോട് ഉമ്മ പറയുന്നു, ആയിഷ, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, ഭർത്താവ് ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, ആ ഭർത്താവിന് വേറെ ഭാര്യമാരുണ്ടെങ്കിൽ സ്വാഭാവികമായും അസൂയ വരും മോളെ.
അസൂയ കൊണ്ടുണ്ടാകുന്ന വിഷയമാണ്, മോളൊന്നും വിഷമിക്കണ്ട എന്ന് മോളെ സമാധാനിപ്പിക്കുന്നു ആയിഷ ബീവിയുടെ ഉമ്മ. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീടാണ് അറിയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലെത്തിയ വിഷയം ഗുരുതരമായ ആരോപണമാണ്. തന്നെ കുറിച്ചും നിരപരാധിയായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്നവരുടെ മകൻ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയെ, ആ സ്വഹാബിയെയും ചേർത്ത് വെച്ചുള്ള കഥയാണ് നടക്കുന്നതെന്നറിഞ്ഞപ്പോ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയൊരു വാക്കുണ്ട്, നിരപരാധികളായ ആരെങ്കിലും ഒരാൾ ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടി ആരോപണ വിധേയമാകുന്ന നേരത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ അനുഭവം എന്ന് ഓർത്തു നോക്കിയാൽ മതി. എത്രയാ ബീവി ഉറങ്ങാതെ കിടന്നത്, എത്രയാ ബീവി കരഞ്ഞത്. ബീവിക്ക് പനി പിടിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹുവേ 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 എനിക്കെന്തു പറ്റി എന്ന് ചോദിക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. മുത്തുനബി തങ്ങൾ വരുന്നു ബീവിയെ കാണാൻ. കൈഫതീകും, എന്തുണ്ട് എന്ന് മാത്രം നബി തങ്ങൾ ചോദിക്കുന്നു. തമാശ പറയുമായിരുന്നു നബി. ആയിഷു എന്ന് വിളിച്ചിരുന്നു നബി. യാ ഹുമൈറ, വെളുത്തു ചമന്നവളെ എന്ന് വിളിച്ചിരുന്ന ഹബീബായ നബി. ആ വിളിയാളമൊന്നും ഇനി കേൾക്കാനില്ല. കൈഫതീകും കൈഫതീകും എന്ന് പറയുന്നു. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ബീവിക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. ബീവി ചോദിക്കുന്നു ഉമ്മയോടുമ്മ, റസൂലുള്ളാഹിനോട് നിങ്ങൾ മറുപടി കൊടുക്കിൻ എനിക്ക് വേണ്ടി. ഞാൻ ചെയ്യാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എന്നെ പറ്റി ആരോപണം ഉയരുമ്പോ ഉമ്മ നിങ്ങൾ മറുപടി കൊടുക്കണം. ഉമ്മ പറഞ്ഞു, മോളെ റസൂലുള്ളാഹിനോട് സംസാരിക്കാനുള്ള ധൈര്യം ഉമ്മാക്കില്ല. പിന്നെ പറഞ്ഞു സുദ്ദീഖ് തങ്ങളോട് വാപ്പയോട്, ഉപ്പാ എനിക്ക് വേണ്ടി റസൂലുള്ളാഹിക്ക് മറുപടി കൊടുക്കിനുപ്പ. മഹാനായ നബി തങ്ങളോട് പറയാൻ ധൈര്യമില്ല സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അവര് പറഞ്ഞു, മോളെ നിനക്ക് പറയാനുള്ളത് നീ തന്നെ അങ്ങ് പറഞ്ഞേക്കണം. അന്നേരം ആയിഷ ബീവി പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബീവി റളിയല്ലാഹു അൻഹ ഹമിദല്ലാഹ് ഹമിദത്തില്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലി റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഹബീബ് ഇരിക്കുന്ന ആ സദസ്സിൽ വെച്ചിട്ട് ആയിഷ ബീവി പറഞ്ഞു, നബിയേ എന്റെ റബ്ബിനറിയാം നിങ്ങൾ ഈ പറയുന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അറിയണോ, ആ തെറ്റ് ഞാൻ ചെയ്യാത്തത് ഞാൻ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അല്ലാഹുവിനറിയാം ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ഞാനത് ചെയ്തു എന്ന് പറഞ്ഞാൽ ലസദ്ദഖതുമൂനി, നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കും, നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറയും. പക്ഷെ അവിടുത്തെ ശരി ഞാൻ ചെയ്തിട്ടില്ലെന്നാണ്. എന്നാൽ അല്ലാഹു അറിയുന്ന പരമമായ സത്യം ഞാനങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയുമില്ല. ഇവിടെ ഞാൻ യൂസുഫ് നബിയെ ഓർത്തു പോവുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ പോലെ ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിരപരാധിയായ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കും. ആ ചെയ്യാത്തത് സത്യമായി ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയുമില്ല. എന്നാൽ അല്ലാഹുവിനറിയാം ഞാനത് ചെയ്തിട്ടില്ലെന്ന്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ റബ്ബിലേക്ക് ഞാൻ വിടുകയാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ സംഭവത്തിന്റെ തുടക്കത്തിലെ ആയിഷ ബീവി ദുആ ചെയ്ത ദുആയായിരുന്നു അത്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഏത് കുതന്ത്രവും അതിജീവിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും കുതന്ത്രം നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ഒരു പ്രയാസം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമായാൽ ഈ ദിക്റങ്ങ് ചൊല്ലിയേക്കണം. ഒരു കുതന്ത്രവും ഫലിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിരപരാധിയാണ് എന്ന വിവരം 11 ആയത്തുകളിലായി സൂറത്തുൻ നൂർ അവതരിക്കുകയാണ്. സൂറത്തുൻ നൂർ അവതരിക്കുകയാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു ഷർറാണെന്ന് വിചാരിക്കേണ്ട. ഇത് നിങ്ങൾക്ക് പാഠമുണ്ട്, ഇത് നിങ്ങൾക്ക് നന്മയുണ്ട്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ലഉസ്ബതും മിൻകും. നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെയാണ് ഈ വിഷയങ്ങൾ ഏറ്റുപിടിച്ചത് എന്ന് വരെ ഖുർആൻ ഇടപെട്ട് സംസാരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം അല്ലാഹു ആയത്തുകളായി സൂറത്തുൻ നൂറിന്റെ ആദ്യ ഭാഗം ഇറക്കി കൊടുത്തപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഓടി വന്നു പറയുന്നു, ആയിഷ
അബ്ശിരി അബ്ശിരി, സന്തോഷിക്കുമോളെ ആയിഷ, സന്തോഷിച്ചോളൂ. ഇന്നല്ലാഹ അൻസല ഫീകി, അല്ലാഹു നിങ്ങളെ കുറിച്ച് ആയത്തിറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങൾ സൂറത്തുൻ നൂറിലെ ആയത്തുകൾ അങ്ങ് ഓതി കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം പറഞ്ഞിട്ട് നിരപരാധിത്വം വിവരിക്കുന്ന ആയത്തങ്ങ് ഓതി കൊടുത്തപ്പോ ഉമ്മ പറഞ്ഞു, മോളെ ഖൂമീ ഇലാ റസൂലില്ലാഹി വഷ്കുരി, എഴുന്നേൽക്ക് മോളെ, റസൂലുള്ളാഹിനോട് നന്ദി പറയേ. എഴുന്നേൽക്ക് മോളെ, നബിയോട് നന്ദി പറയും മോളെ, നബിയോട് നന്ദി പറയേ. അന്നേരം ചെറുപ്പക്കാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, മനസ്സിൽ ഒരുപാട് വിഷമം കൊണ്ടു നടന്ന ആയിഷ റളിയല്ലാഹു അൻഹാ, ഉറങ്ങാത്ത എത്രയോ രാവുകൾ കഴിച്ചുകൂട്ടിയ ബീവി റളിയല്ലാഹു അൻഹാ, ആ നേരത്തൊരു മറുപടി കൊടുത്തു, ഉമ്മാ, റസൂലുള്ളാഹിനോട് ഞാൻ നന്ദി പറയുന്നില്ല, ഞാൻ നന്ദി പറയുന്നത് അല്ലാഹുവിനോടാണ്. അല്ലാഹുല്ലദീ ബർറഅനി മിൻ ഫൗഖി സബ്ഇ സമാവാത്, ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹുവല്ലേ ഉമ്മ എന്റെ നിരപരാധിത്വം ഇറക്കിയത്. എന്റെ റസൂലുള്ളാഹി പോലും എന്റെ ആ ആരോപണ വിഷയത്തിൽ എന്നെ മാറ്റി നിർത്തിയപ്പോ എന്റെ റബ്ബല്ലയോ ഉമ്മ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോടാണ് നന്ദി പറയുന്നത്. യാ റബ്ബ് ലക്കൽ ഹംദ്, യാ റബ്ബ് ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് സ്തുതി, അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ഒരു കടുത്ത പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും പൊട്ടിത്തെറിക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയാതെ ഹബീബായ നബി തങ്ങളെ ചീത്ത വിളിക്കുകയോ ഹബീബായ നബി തങ്ങളുടെ വിഷയത്തിൽ നബി തങ്ങളുടെ വശം ചേർന്ന് ചിന്തിക്കുകയും നിരപരാധിത്വം ബോധ്യപ്പെടാതെ എങ്ങനെയാ നബി തങ്ങൾ എന്നെ കൊണ്ടുപോവുക എന്ന് ചിന്തിച്ച് അല്ലാഹു ഒരു തീരുമാനമിറക്കുന്നവരെ ക്ഷമ പാലിക്കാൻ വേണ്ടി കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞു പോയത്. കാലാകാലങ്ങളിൽ വരുന്ന മനുഷ്യർക്ക് മുഴുവനും ലോകാവസാനം വരെ ഓതുന്ന മുഴുവൻ ആളുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധയായിരുന്നു, ഒരു തെറ്റ് ചെയ്തവളല്ല എന്ന് അല്ലാഹു വിവരിക്കുന്ന ആയത്തുകൾ ആ ഉമ്മയുടെ പരിശുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിക്കൊടുത്ത വചനങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ ആയത്തുകളായി അല്ലാഹു ഇറക്കുമെന്ന് ബീവി റളിയല്ലാഹു അൻഹ വിചാരിച്ചിട്ട് പോലുമില്ലായിരുന്നു. ബീവി വിചാരിച്ചു എന്റെ വിഷയത്തിലെ നിരപരാധിത്വം അല്ലാഹു നബി തങ്ങൾക്ക് ഒരു സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാവും, എന്നാൽ എന്റെ വിഷയത്തിൽ ആയത്തുകൾ ഇറങ്ങാൻ മാത്രം ഗൗരവമുള്ളതാണ് എന്റെ വിഷയമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. നിരപരാധിയായ ഒരാൾ അപരാധം ഏറ്റുവാങ്ങുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ഒരാൾ തുറങ്കലിൽ അടക്കപ്പെടുമ്പോൾ, ചെയ്യാത്ത പാപങ്ങൾ ഒരാളുടെ മേൽ ആരോപിക്കപ്പെടുന്നത്, ഇതെല്ലാം മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു കൈപ്പേറിയ അനുഭവങ്ങൾ നൽകുന്നതാണ്. നമ്മുടെ ക്ഷമയും നമ്മുടെ പേഷ്യൻസ് ആൻഡ് പെർസെവറൻസ്, നമ്മൾ എത്രത്തോളം ക്ഷമ പാലിക്കുന്നു, എത്രത്തോളം നമ്മൾ അവധാനത പാലിക്കുന്നു, എത്രത്തോളം ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ് ഇത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. നമ്മൾ നേരത്തെ ഓതിവെച്ച ഹദീസ് അതാണ്, യുബ്തലർ റജുലു അലാ ഖദ്രി ഈമാനിഹി, ഓരോ മനുഷ്യന്റെയും ഈമാനിന്റെ തോതനുസരിച്ചാണ് അല്ലാഹു ആളുകളെ പരീക്ഷിക്കുന്നത്. ഇൻ കാന ഫീ ഈമാനിഹി ഖുവ്വത്തുൻ സീദ ഫീ ബലാഇഹി, നമ്മുടെ ഈമാൻ ശക്തമാണെങ്കിൽ അതിശക്തമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഹത്താ യളല്ലൽ ബലാഉ ബിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് പരീക്ഷണങ്ങൾ ആണിനും പെണ്ണിനും അല്ലാഹു നൽകും. എന്നിട്ട് എന്ത് നൽകുമത്രേ? ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതിആ, അങ്ങനെ ഭൂമിയിലൂടെ നടക്കുന്ന മുഅ്മിനായ ആണിനും പെണ്ണിനും പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വമാ അലൈഹി ഖതിആ, അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ഇല്ലാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശുദ്ധിയാക്കി എടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ വഴിയിലേക്ക് നമ്മളെ ചേർത്തി തരട്ടെ.